श्री गुरु श्रीयुतपदकमलं श्री गुरु वैष्णवांश्च श्री रूपं सागरजातं सहगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं श्री कृष्ण चैतन्य देवं श्री राधा कृष्ण पादान् सहगण ललिता श्री विशाखान्वितांश्च हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्त राधा कान्ता नमोस्तुते तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद हरे कृष्णा 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 हरे 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 राम 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 हरे हरे। मूकं करोति वाचालं पंगुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवं नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये। ओम तत्सत्। हरे कृष्ण। ജയപ്രകാശ് പ്രഭു ഇന്ന് കീർത്തനെ കണ്ടില്ല. ഹരേ കൃഷ്ണ. അവര് പ്രഭുവിന് മെസ്സേജ് അയച്ചു പറഞ്ഞു. അതെ, അവരിന്ന് വരാൻ പറ്റില്ല പറഞ്ഞിരുന്നു. ഓക്കെ. അവർക്കൊരു 3-4 ഗസ്റ്റ് ഉണ്ട് അവിടെ, ഫുൾ ഓഫ് ഗസ്റ്റ്. സാധാരണ ഞാൻ അയക്കാറില്ല, ഇന്ന് എങ്ങനെ റിമൈൻഡർ അയച്ചപ്പോ എന്തോ ഒരു തോന്നി എനിക്ക്. ഹരേ കൃഷ്ണ. രാമായണത്തിന്റെ വളരെ മനോഹരമായ ഭാഗങ്ങളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതിന്റെ കൂട്ട് ശ്രേഷ്ഠമായ ഭാഗം ഏതാണെന്ന് നമുക്ക് വേർതിരിച്ചറിയാൻ പറ്റത്തില്ല. ഭാഗവതത്തിന്റെയും രാമായണത്തിന്റെയും പ്രത്യേകത അതാണ്. ഒരു പെൻസിൽ അല്ലെങ്കിൽ പേന കയ്യിലെടുക്കുക, പ്രധാനപ്പെട്ട ഭാഗങ്ങളൊന്ന് വരച്ചു വെക്കാമെന്ന് ഭാഗവതമോ രാമായണമോ ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാം വരയ്ക്കേണ്ടി വരും. എന്ന് സ്വാതി ചോദിച്ചത്, കാരണം ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോന്ന് ഇങ്ങനെ വരച്ചു വെച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ചിലപ്പോൾ സ്ട്രൈക്ക് ചെയ്ത് നോക്കിയതാ. അപ്പൊ എല്ലാം അത് തന്നെയാണ്, 1-2 വാക്കുകൾ മാത്രമേ വിട്ടിട്ടുള്ളൂ. അപ്പൊ അതാണ് രാമായണത്തിന്റെ പ്രത്യേകത. സുശീം പ്രഭു പറഞ്ഞതിന്റെ കൂട്ട് സ്ട്രെയിറ്റ് അവേ ആണ്, സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ് രാമായണം. ഇതിനകത്ത് വേറെ കലർപ്പുകളോ വേറെ കറങ്ങിത്തിരിച്ചിലുകളോ ഒന്നുമില്ല. അത് ഭക്തന്മാരുമായിട്ട് സംസാരിക്കുമ്പോഴാണ് നമ്മൾ ഒന്നും കൂടെ ശ്രദ്ധിക്കുന്നത്. അന്നേരം സുശീം പ്രഭു പറഞ്ഞപ്പോഴാണ് ഒന്നുകൂടെ ഞാൻ ശ്രദ്ധിച്ചത് അതൊരു സ്ട്രെയിറ്റ് ഫോർവേഡ് ആണെന്ന്. ഹരേ കൃഷ്ണ. അപ്പം ഇന്ന് രാമായണത്തിന്റെ 2 ഭാഗങ്ങൾ, അതായത് 2 ആഴ്ച നമ്മൾ പിന്നിട്ടപ്പോൾ കൗസല്യമ്മയെ പറ്റി നമ്മൾ കേട്ടു. കൗസല്യമ്മയ്ക്കുണ്ടായ ആ ഒരു സുഖം, ആ അനുഗ്രഹം, ഭഗവാന്റെ ജനനത്തിന് കാരണമായ ആ ഒരു സുഖം കിട്ടി, അനുഗ്രഹം കിട്ടി. പിന്നെ കർമ്മഫലത്തിൻ്റെതാണ് രാമായണം എന്ന് ദശരഥനിലൂടെ നമ്മൾ അറിയുന്നുണ്ട്, ബാക്കിയുള്ളവരിലൂടെ എല്ലാം അറിയുന്നുണ്ട്. അതുപോലെ തന്നെ കർമ്മഫലത്തിന്റെ ഭാഗമായി പാപങ്ങൾ വന്നിട്ടുള്ളവർക്ക്, ശാപങ്ങൾ വന്നിട്ടുള്ളവർക്ക് മോക്ഷം കൊടുക്കാനും രാമായണം കാരണമായി. ഇപ്പൊ രാമായണം പഠിപ്പിക്കുന്നത് ശരണാഗതി, ഭഗവാന്റെ പാദാംബുജങ്ങളിൽ ശരണാഗതി തേടിക്കഴിഞ്ഞാൽ നമുക്ക് മോക്ഷം കിട്ടുമെന്ന്. നോക്കൂ, 108 ഉപനിഷത്തുക്കളും 18 പുരാണങ്ങളും 4 വേദങ്ങളും ഉപവേദങ്ങളും എല്ലാം എടുത്തു നോക്കൂ. മോക്ഷം കിട്ടണം എന്നുണ്ടെങ്കിൽ അത് ആരുടെ പാദത്തിൽ ചെല്ലണം? സാക്ഷാൽ ഭഗവാന്റെ കൃഷ്ണന്റെ പാദങ്ങളിൽ ചെല്ലണമെന്നല്ല ഇതിനകത്ത് പറയും. അപ്പൊ അതിനകത്ത് ഇന്ന് ഞാൻ 1-2 കാര്യങ്ങൾ ഓർമ്മിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. മരിച്ചു പോയവർക്ക് ആത്മാവിന് വേണ്ടിയിട്ട് ഇപ്പം അവർ പറയുന്നത് വിഷ്ണു പദം പൂകി. ഈ ഒരു വാക്ക് എഴുതി വെച്ചിരിക്കുക, വിഷ്ണു പദം പൂകി. ഈ വിഷ്ണു പദം പൂകണം എന്നുണ്ടെങ്കിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് വിഷ്ണുവിനെ സ്മരിക്കണ്ടേ? ജീവിച്ചിരിക്കുന്ന സമയത്ത് കണ്ടടമെല്ലാം പോയിട്ട് ഭൗതികമായ കാമവാസനകൾക്ക് അടിമപ്പെട്ട് അല്ലെങ്കിൽ ആഗ്രഹങ്ങൾക്ക് അടിമപ്പെട്ട് അവിടെയും എവിടെയും പോയി ചോദിച്ചിട്ട് മരിച്ചതിന് ശേഷം വിഷ്ണുപദം പൂകി നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അപ്പം
ആർട്ട് ഓഫ് ലിവിങ് എന്ന് പറയുന്നു കഴിഞ്ഞാൽ ഒരു കുറച്ചും കൂടെ, ഞാൻ നേരത്തെ പണ്ട് പറഞ്ഞിട്ടുള്ളതാണ്, ഒന്നുകിൽ ആർട്ട് ഓഫ് ഡൈയിങ് എന്ന് പറയണം, അല്ലെങ്കിൽ ആർട്ട് ഓഫ് ലീവിങ് എന്ന് പറയണം. ഇത് അവസാന ശ്വാസം എത്ര മനോഹരമായി എടുത്തിട്ട്, അതായത് യാതൊരു വേദനകളും എടുക്കാതെ, അതായത് ജീവിതകാലം മനസ്സമാധാനത്തോടെ എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളതാണ് അവസാന ശ്വാസം. അതുകൊണ്ടാണ് യം യം വാ വിസ്മരൻ ഭാവം രജത്തന്തേ കളയവരം. അപ്പോൾ കൂടുതൽ നീട്ടുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ഇന്ന് ഒരുപാട് ഭാഗങ്ങൾ കവർ ചെയ്യാനുണ്ട്. അപ്പൊ അങ്ങനെ വന്ന് രണ്ടാമത്തെ ഭാഗത്തില് ശബരി ഭഗവാന്റെ ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ പാദങ്ങളിൽ ശരണാഗതി നേടിയിട്ട് പറഞ്ഞു നിർത്തുന്ന ഒരു സംഗതിയുണ്ട്. അതാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത്. ശ്രീരാമമന്ത്രം ജപിച്ചിടുക സദാകാലം, ശ്രീരാമചന്ദ്ര കഥ കേൾക്കുകയും ചൊല്ലുകയും, ശ്രീരാമഭക്തന്മാരെ പൂജിച്ചു കൊള്ളുകയും, ശ്രീരാമമയം ജഗത് സർവമെന്നുറയ്ക്കുമ്പോൾ, ശ്രീരാമമയം ജഗത് സർവം എല്ലാം ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എവിടെയാണെങ്കിലും സർവചരാചരങ്ങളിലും ഭഗവാന്റെ മയമുണ്ട്, ഭഗവാന്റെ സാന്നിധ്യമുണ്ട് എന്നുറയ്ക്കുമ്പോൾ ശ്രീരാമൻ തന്നോട് ഐക്യവും പ്രാപിച്ചിടാം. ഭഗവാന്റെ പാദങ്ങളിൽ നമ്മൾ എത്തും. രാമരാമേതി ജപിച്ചിടുക സദാകാലം, എല്ലാ കാലവും ഭഗവാന്റെ നാമമാണ് ജപിക്കേണ്ടത്. ഭാമിനി ഭദ്രേ പരമേശ്വരി പത്മേക്ഷണി. ശബരിക്ക് ഉപദേശം കൊടുത്തു. ആ ശബരിയുടെ ശരണാഗതിയും കഴിഞ്ഞിട്ട് വളരെ മനോഹരമായ അടുത്ത ഭാഗങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. കിഷ്കിന്ധാകാന്ഡത്തിൽ നമ്മൾ എത്തി. ആ സമയത്ത് നമ്മൾ ലക്ഷ്മണോപദേശം വായിച്ചു, ശൂർപ്പണാഗമനം വായിച്ചു, സീതാപകരണം വായിച്ചു, ജടായുസ്തുതി ചെയ്തു, കബന്ധസ്തുതി ചെയ്തു, ഇത്രയും കാര്യങ്ങൾ ചെയ്തു. ഇനി നമ്മൾ അടുത്ത പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് വേണം. 2 ഭാഗങ്ങൾ ഒരുപാടുണ്ട്, അതുകൊണ്ട് ഇത്തിരി ഷോർട്ടാണ്. ചില സംഗതികൾ നമ്മൾ ഒരുപക്ഷെ വിടും. അപ്പോൾ രാമായണത്തിന്റെ 3-ാം വാരത്തിലേക്ക്, 3-ാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ പേരിൽ, ഗുരുവിന്റെ പേരിൽ സ്വാഗതം. ഹരേ കൃഷ്ണ. നമ്മൾ നേരെ പോകുന്നത് ക്രിയ മാർഗ ഉപദേശം. രാമായണത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ശ്രേഷ്ഠമായ ഭാഗമാണ് ക്രിയ മാർഗോപദേശം. എന്താണ് ക്രിയ മാർഗം ഉപദേശം? ഒന്നുമില്ല, ലക്ഷ്മണോപദേശമാണ്. ഒരു ലക്ഷ്മണോപദേശം നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചു. എങ്ങനെയാണ് ഈ ഭൗതിക ലോകത്ത് നമ്മൾ ജീവിക്കേണ്ടത്, അല്ലെങ്കിൽ ഭൗതിക ലോകത്ത് നിന്നും ഈ 3 വിഷമങ്ങളിൽ നിന്നും, 3 പ്രതിസന്ധികളിൽ നിന്നും നമ്മൾ എങ്ങനെ രക്ഷപ്പെടാം എന്ന് ശ്രീരാമചന്ദ്ര പ്രഭുവിനോട് സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ ചെന്ന് ചോദിക്കുന്നു. ശ്രീരാമചന്ദ്ര പ്രഭു പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതില് ഏകാദശി വ്രതം എടുക്കണമെന്ന് ആദ്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അത് നമുക്ക് വേണ്ടിയിട്ട്. ഇവിടെ വീണ്ടും ലക്ഷ്മണൻ ചെന്ന് ചോദിക്കുകയാണ്. അപ്പൊ അവിടെ ലക്ഷ്മണനോട് ശ്രീരാമചന്ദ്ര പ്രഭു പറയുകയാണ്, കേൾക്ക നീ എങ്കിൽ മൽപൂജാവിധാനത്തിൽ ഓർക്കിൽ അവസാനമില്ലെന്നറിയ. കേൾക്ക നീ എങ്കിൽ മത്പൂജാവിധാനത്തിൽ, എന്റെ മത്പൂജ, എന്നെ പൂജ ചെയ്യാനുള്ള ആ ഒരു വിധാനത്തിന് അവസാനമില്ലെന്നറിയുക. ആദ്യമേ നീ അവസാനമില്ലെന്നറിയുക. പിന്നെ പക്ഷേ എങ്കിലും ചില കാര്യങ്ങൾ, പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. സുരേഷ് പ്രഭു ഹരേ കൃഷ്ണ, സ്വാഗതം. എന്താണ്? ഫസ്റ്റിലെ പറഞ്ഞിരിക്കുന്ന പോയിന്റാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരുവൻ ഭാരതത്തിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും 2 ജന്മം എടുക്കണം. വിജന്മം തന്നുടെ ഉദ്യോക്തമാർഗേണ മന്നിടത്തിങ്കൽ വിചിത്തമുണ്ടായി വന്നാൽ ആചാര്യനോട് മന്ത്രം കേട്ടു സാദരം ആചാര്യം പൂർവം ആരാധിക്കാമെടൂ. ഗുരുവിൽ നിന്ന് മന്ത്രമെടുക്കണം. അതാണ് 2ാമത്തെ ജന്മം. അല്ലെങ്കിൽ രത്നാകരൻ മാത്രമായാൽ പോരാ, വാൽമീകിയാകണം. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരു ആത്മീയ ഗുരുവിനെ സ്വീകരിക്കണം എന്ന് കൃത്യമായിട്ട് പറയുക. സന്യാസിമാർക്കല്ല പറഞ്ഞിരിക്കുന്നത്. ലക്ഷ്മണൻ സന്യാസി ആയിട്ടില്ല.
ലക്ഷ്മണൻ ഗൃഹസ്ഥനാണ്. 14 വർഷത്തേക്ക് ശ്രീരാമചന്ദ്രന്റെ കൂടെ വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. ഗൃഹസ്ഥനാണ്. അപ്പൊ എല്ലാ ഗൃഹസ്ഥന്മാർക്കും പറഞ്ഞിട്ടുള്ളതാണ് 2 ജന്മം ജനിക്കണം. അതായത് രണ്ടാമത്തെ ജന്മം നമ്മുടെ ജീവിതത്തിൽ ആത്മീയ ഗുരുവിനെ സ്വീകരിച്ചിരിക്കണം. അപ്പൊ അവിടെ എങ്ങനെയാണ് ആത്മീയ ഗുരുവിനെ സ്വീകരിക്കേണ്ടത് ഭഗവത്ഗീത പറയുന്നുണ്ട്. ഏവം പരമ്പരാപ്രാപ്തം, പരമ്പരയിലൂടെയുള്ള ഗുരുവിനെ മാത്രമേ സ്വീകരിക്കാവൂ. പി.കെ. ശിബുവിനെ പോലുള്ള ഗുരുവിനെ സ്വീകരിക്കരുത് എന്നർത്ഥം നമ്മൾ വ്യക്തമായിട്ട് പറയണമല്ലോ. അപ്പം ആ സമ്പ്രദായങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 4 തരത്തിലുള്ള സമ്പ്രദായമുണ്ട്. ഈ 4 തരത്തിലുള്ള സമ്പ്രദായവുമായിട്ട് ബന്ധപ്പെട്ട ഗുരുശിഷ്യ പരമ്പരയിലുള്ളതിനെ മാത്രമേ സ്വീകരിക്കാവൂ. അത് കൃത്യമാണ്. അപ്പം പിന്നെ പറഞ്ഞിട്ടുണ്ട് സാളഗ്രാമ പൂജ. സാളഗ്രാമം എന്താണ്? സാളഗ്രാമം വിഷ്ണുവിന്റെ വിഗ്രഹമാണ് സാളഗ്രാമം. ആ സാളഗ്രാമം നമ്മുടെ ഗൃഹത്തിൽ വെക്കണം. തൽക്കാലം വേണ്ട. മന്ത്രദീക്ഷ എടുത്തിട്ടുള്ളവർക്ക് വേണ്ടി മാത്രമേ സാളഗ്രാമ പൂജ ചെയ്യാൻ സാധിക്കുകയുള്ളൂ, ചെയ്യാനുള്ള എലിജിബിലിറ്റിയോ. പിന്നെ രണ്ടാമത് ഓപ്ഷൻ വീണ്ടും പറയുന്നുണ്ട്. പൂജിക്ക ഭക്തിയോടെ ദിവസം പ്രതി സ്നാപനം ചെയ്യുക, ശിലയാം പ്രതിമാസു ശോഭനാർത്ഥം ചെയ്യുക വേണം പ്രമാർജനം. ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ട് പൂജിപ്പവൻ ചിന്തിച്ചതൊക്കെ ലഭിക്കുമറിയ നീ. അപ്പൊ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം മറന്നു. രാമ 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 പാഹി മാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. ശില്പമാതായി, എന്നാലേ ആ രാമായണം തുടങ്ങുന്നതിന്റെ ഒരു സുഖം കിട്ടുകയും. രാമ 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 പാഹി മാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാഘവ മനോഹര മുകുന്ദ രാമ പാഹി മാം, രാവണാന്തക മുകുന്ദ രാമ രാമ പാഹി മാം. ഭക്തി മുക്തിദായക പുരന്ദരാദി സേവിത, ഭാഗ്യവാരിധേ ജയ മുകുന്ദ രാമ പാഹി മാം. ദീനതകൾ നീക്കി നീ അനുഗ്രഹിക്ക സാദരം, മാനവ ശിഖാമണി മുകുന്ദ രാമ പാഹി മാം. രാമ 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 പാഹി മാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. നിൻചരിതമോതുവാൻ നിലവിലോർമ്മ തോന്നണം, പഞ്ചസായ ഗോപമാ മുകുന്ദ രാമ പാഹി മാം. ശങ്കര സദാശിവ നമ ശിവായ മംഗള, ചന്ദ്രശേഖര ഭഗവൽ ഭക്തി കൊണ്ടു ഞാനിതാ. ഭക്തവത്സല മുകുന്ദ പത്മനാഭ പാഹി മാം, പന്നഗാരി വാഹന മുകുന്ദ രാമ പാഹി മാം. രാമ 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 പാഹി മാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. ഹരേ കൃഷ്ണ. അപ്പം അവിടെ ഭഗവാനെ വിഗ്രഹം വെച്ച് പൂജിക്കണമെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഭാഗവതത്തില് ശ്രീകൃഷ്ണ ഭഗവാന് ഗോപികമാരോട് ആദ്യമായി പറയുന്നുണ്ട് എൻ്റെ വിഗ്രഹം വെച്ച്. നമ്മളിതൊന്നും കിട്ടുകഥയൊന്നുമല്ല, നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ചെയ്യുന്നൊന്നുമല്ല. തസ്മാ ശാസ്ത്രം പ്രമാണം തേ. ഇവിടെ വരുന്നു വീണ്ടും. ഇവിടെ ശ്രീരാമചന്ദ്ര പ്രഭുവും പറയുന്നു എന്താണ് ചെയ്യേണ്ടത്. ലക്ഷ്മണനോട് പറയുകയാണ്, ഒരു ഗൃഹസ്ഥൻ തീർച്ചയായിട്ടും വീട്ടിൽ പൂജാവിധികൾ ചെയ്തിരിക്കണം, ക്രിയാമാർഗം ചെയ്തിരിക്കണം. അതിൽ പ്രധാനപ്പെട്ടതാണ് 2 ജന്മം. 3ാമത് വിഗ്രഹം വീട്ടിലുണ്ടായിരിക്കണം. ഓരോ വീടും ക്ഷേത്രമായിരിക്കണം. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഗ്രഹം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ കാണുന്ന വിഗ്രഹം അല്ലെങ്കിൽ ഭഗവാന്റെ ഫോട്ടോ, ഇത് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. ഒന്നുകിൽ ലക്ഷ്മി നാരായണ അല്ലെങ്കിൽ രാധാകൃഷ്ണ. അപ്പം ഭാഗവതം അനുസരിച്ചിട്ട് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഗൃഹത്തിൽ ഏറ്റവും അനുയോജ്യം ലക്ഷ്മി നാരായണനാണ്. കൃഷ്ണനെ വിളിക്കുന്നുണ്ടെങ്കിലും ആ ഫോട്ടോ തികച്ചും അനുയോജ്യം ലക്ഷ്മി നാരായണൻ. അതേസമയം വൈഷ്ണവരെ സംബന്ധിച്ചിടത്തോളം രാധാകൃഷ്ണ ഫോട്ടോ വിളിക്കും. ഹരേ കൃഷ്ണ.
അപ്പം ഇവിടെ അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നുണ്ട് നമ്മൾ എങ്ങനെ പൂജാവിധികൾ ചെയ്യണം. നേരത്തെ പറഞ്ഞിരിക്കുന്നു ഏകാദശി വ്രതം അനുഷ്ഠിക്കണം, അത് അവിടെ നിൽക്കട്ടെ, നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. പൂജാവിധികൾ ചെയ്യുമ്പോൾ പുരുഷ സൂക്തം ചെല്ലണം എന്ന് പറയും. ഇത് വൈദിക വിധി പ്രകാരമാണ്. ഏതൊരു ക്ഷേത്രം ഉണ്ടെങ്കിലും വൈദിക വിധി പ്രകാരം പൂജാവിധികൾ അറിയാവുന്ന ബ്രാഹ്മണരാണെങ്കിൽ, പൂജാരിമാരുണ്ടെങ്കിൽ, ഏത് പ്രതിഷ്ഠയുള്ള, ഏത് ദേവന്റെ പ്രതിഷ്ഠയാകട്ടെ, ഏത് ദേവിയുടെ പ്രതിഷ്ഠയാകട്ടെ, ആ ശ്രീകോവിൽ തുറന്ന് അവിടുത്തെ പ്രിസൈഡഡ് ഡൈറ്റി, ആ വിഗ്രഹ പൂജ ചെയ്യുന്നതിന് മുമ്പിട്ട് ആ പൂജാരി പുരുഷ സൂക്തം ചൊല്ലിയിരിക്കും. അത് കർശനമാണ്. കാര്യം ഈ ഭോക്താരം യജ്ഞ തപസാം സർവലോകമഹേശ്വരം, എല്ലാത്തിൻ്റെയും ഭോക്താവ് ഭഗവാനാണ്. അതുകൊണ്ട് അങ്ങനെ എങ്ങനെയാണ് പിന്നെ ചെയ്യേണ്ടത്? നമ്മൾ ശുദ്ധി വരുത്തണം. സ്നാനം ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ശുദ്ധി വരുത്തണം. അതിനെ ആചമനം ചെയ്യുക എന്ന് പറയും. അതായത് ഒരു ആചമന പാത്രം കയ്യിൽ വെച്ചിരിക്കണം. പഞ്ചപാത്രം എന്ന് പറയും, ചെറിയൊരു പാത്രം, കോപ്പറിന്റെ വെക്കുക. ആ പാത്രത്തില് കുറച്ച് വെള്ളം എടുത്തിട്ട് ആ വെള്ളം ശുദ്ധമാക്കണം. എങ്ങനെ? എല്ലാ തീർത്ഥങ്ങളെയും ആവാഹിച്ചെടുക്കണം. അതിനകത്ത് ഗംഗേ ജയമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദാ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിൻ ഗുരു എന്ന് 3 പ്രാവശ്യം ജപിച്ചിട്ട് ആ വെള്ളത്തെ തീർത്ഥമാക്കി മാറ്റണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആചമനം ചെയ്യും. ഒരു സ്പൂൺ വെള്ളം എടുത്ത് കയ്യിലൊഴിച്ച്, കൈ നമ്മുടെ ചുണ്ടിൽ തൊട്ടില്ല എന്ന രീതിയിൽ കണക്കിൽ ഓം അച്യുതായ നമഃ, ഓം കേശവായ നമഃ എന്ന് ജപിച്ച് നമ്മൾ ആചമനം ചെയ്യണം. അതിനുശേഷമാണ് നമ്മൾ വിളക്ക് കൊളുത്തുന്നതും ഗുരുവിനെ സ്മരിച്ചുകൊണ്ട് വിളക്ക് കൊളുത്തുന്നതും. അപ്പൊ ഈ വിളക്ക് കൊളുത്തുക എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ആക്ച്വലി അഗ്നിഹോത്രം ചെയ്യേണ്ടതാണ്. എല്ലാവർക്കും അഗ്നിഹോത്രം ചെയ്യും. പക്ഷേ അഗ്നിഹോത്രം ചെയ്യാനുള്ള സമയങ്ങളൊന്നും നമുക്കില്ല. അപ്പൊ നമ്മൾ ആ അഗ്നിഹോത്രത്തിന്റെ പ്രതീകമാണ് നിലവിളക്ക് കൊളുത്തുന്നത്. ശുദ്ധമായ എള്ളെണ്ണ ഒഴിക്കണം, അല്ലെങ്കിൽ നെയ്യ് ഒഴിക്കുക. നെയ്യ് അല്ലെങ്കിൽ ശുദ്ധമായ എള്ളെണ്ണ. ഈ വിളക്കെണ്ണ എന്ന് പറഞ്ഞു വരുന്ന സാധനം ഉപയോഗിക്കരുത്. അത് മിശ്രിതമാണ്, മാത്രമല്ല ജെനുവിൻ അല്ല. അപ്പം ഏറ്റവും ശ്രേഷ്ഠം നെയ്യ് അല്ലെങ്കിൽ എള്ള്. അപ്പൊ എങ്ങനെയാണ് പിന്നെ ധൂപം, ദീപം, പുഷ്പം ഇവിടെ കൃത്യമായിട്ട് പറയുകയാണ്. ധൂപ, ദീപ, നിവേദ്യം, ഇത്രയും ചെയ്യണം. ആ വരികളിലൂടെ പോകുന്നില്ലേ ചേച്ചി പ്രീതമാതാജി? കിട്ടുന്നില്ലേ ആ വരികൾ പ്രിയമാർഗോപദേശത്തില്? ധൂപ ആരതി ചെയ്യണം, ധൂപ ആരതി ചെയ്യണം. പിന്നെന്താണ്? ദീപ ആരതി ചെയ്യണം. പിന്നെന്താണ്? പുഷ്പ ആരതി ചെയ്യണം. കൃത്യമാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെന്താണ്? നിവേദ്യം. നമ്മൾ ഭഗവാന് നിവേദിക്കണം. ഒരു ഗ്ലാസ് പാലെങ്കിലും കൊടുക്കണം, ഒരു കഷ്ണം ആപ്പിളെങ്കിലും കൊടുക്കണം. ഇത്രയും ചെയ്തിട്ട് അങ്ങനെ പോകുമ്പം ഇത്രയും കാര്യങ്ങൾ ലക്ഷ്മണന് പറഞ്ഞു കൊടുത്തിട്ട് ലാസ്റ്റില് പറയാണ്, ചേച്ചി എടുത്തോ, ഭക്തി സംയുക്തനായുള്ള മർത്യൻ മുതാ. കിട്ടിയോ? ഹനുമാൻ സുഗ്രീവ സംവാദത്തിന് ഒരു 10-20 വരികൾ മുകളിൽ, 10-15 വരികൾക്ക് മുകളിൽ. കിട്ടി. വായിച്ചോളൂ. ഭക്തി സംയുക്തനായുള്ള മർത്യൻ മുതാ നിത്യമേവം ക്രിയായോഗമനുഷ്ഠിക്കൽ ദേഹനാശേ മമ സാരൂപ്യവും വരും ഐഹിക സുഖങ്ങൾ എന്തു ചൊല്ലണമോ. ഇത്തം മയോക്തം ക്രിയായോഗമുത്തമം ഭക്തിയ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യിക്കലോ. നിത്യപൂജാ ഫലമുണ്ടവനെന്നതും ഭക്തപ്രിയൻ അരുൾ ചെയ്തേനതു നേരം. മായാമയ. ഹരേ കൃഷ്ണ. അപ്പം ഇത് ഇത്രയും വിധികൾ, ഇത്രയും ക്രിയകൾ കേൾക്കുന്നത് തന്നെ, ഈ ചെയ്തണം എന്ന് കേൾക്കുന്നത് തന്നെ ഇത് ചെയ്യുന്നതിന് തുല്യമാണെന്ന് ആര് പറയുന്നു? ശ്രീരാമചന്ദ്ര പ്രഭു തന്നെയാണ് നമുക്ക് വേണ്ടിയിട്ട് ലക്ഷ്മണനോട് പറയുന്നത്. ഇത് കൃത്യമാണ്. ഇത് നമ്മൾ കൃത്യമായിട്ട് 24 മണിക്കൂറുള്ള ഒരു ദിവസം നമ്മളൊരു വൈറ്റ് പേപ്പറിൽ എഴുതി വെച്ച് നോക്കിയാൽ ഇന്ന് ഞാൻ എത്ര ക്രിയാത്മകമായിട്ട് എത്ര മണിക്കൂർ നമ്മൾ ഇരുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കാണാം. ഒരു 2 to 3 hours പോലും ക്രിയാത്മകമായിട്ട് ഞാൻ എല്ലാവരോടും ചോദിക്കാറുണ്ട്,
ഇന്ന് എന്ത് ചെയ്തു? എന്ത് ഔട്ട്പുട്ടാണ് നമ്മുടെ ലൈഫിൽ ഒരു ദിവസം കൊണ്ട് കിട്ടിയത്? അത് എഴുതി വെക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊന്നും കിട്ടിയില്ലെങ്കിൽ ആ ദിവസം നീ ഒന്നും ചെയ്തിട്ടില്ല, ശൂന്യം, ഒന്നും ചെയ്തിട്ടില്ല. ഇത് നമ്മളോട് തന്നെ ചോദിക്കേണ്ടതാണ്. വൈറ്റ് പേപ്പർ എടുത്തിട്ട് ഇന്ന് ക്രിയാത്മകമായി നീ എന്ത്, അർദ്ധഗർഭമായി നീ എന്ത് ചെയ്തു 24 മണിക്കൂർ? ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ വരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും അടുത്തൊരു പരിപാടിയിലേക്ക് പോവുകയാണ്. ഹനുമത് സുഗ്രീവ സംവാദം. അപ്പൊ അങ്ങനെ ക്രിയാോപദേശമൊക്കെ കഴിഞ്ഞ് പോയി. സുഗ്രീവന് രാജ്യമൊക്കെ ശ്രീരാമചന്ദ്ര പ്രഭു അനുഗ്രഹിച്ച് വാങ്ങിച്ച കൊടുത്ത് രാജാവാക്കി. ആ രാജസുഖങ്ങളിൽ അങ്ങോട്ട് കയറിയപ്പോഴത്തേന് സുഗ്രീവൻ ചെറുതായിട്ടൊന്ന് മറന്നുപോയി. വാക്കുകൾ മറന്നുപോയി, വാഗ്ദാനങ്ങൾ മറന്നുപോയി. ഹനുമാൻജിക്ക് അതൊരു ദേഷ്യം വന്നു. കാര്യം ഹനുമാൻജി ആരാ? സുഗ്രീവന്റെ പ്രധാനമന്ത്രിയാണ്. എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. ആ പ്രത്യുപകാരം അത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്തിരിക്കണം. കാര്യം ഉപകാരം ചെയ്തവരോട് നമ്മൾ കടപ്പെട്ടിരിക്കുകയാണ്. ആ കടം നീ തീർച്ചയായിട്ടും തീർത്തിരിക്കണം. ഇല്ലെങ്കിൽ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കും, വീണ്ടും നീ ജനിക്കേണ്ടി വരും. ഇത് കൃത്യമായിട്ട് വളരെ മനോഹരമായിട്ട് ആ കടങ്ങളെ പറ്റി നമ്മൾ ഭാഗവതത്തിൽ പറയുന്നുണ്ട്. 5 ഋണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, 5 കടങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, അല്ലെങ്കിൽ പഞ്ചമഹായജ്ഞങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ആ പഞ്ചമഹായജ്ഞങ്ങൾ? നമ്മൾ ഓരോരുത്തരും, ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ ഈ 5 കടങ്ങളും, അതായത് 5 കാര്യങ്ങളോടും കടപ്പെട്ടവരാണ്. ഏതൊക്കെയാണ്? ഫസ്റ്റ് കടമാണ് ബ്രഹ്മയജ്ഞം, അല്ലെങ്കിൽ ഋഷിയജ്ഞം, അല്ലെങ്കിൽ ഋഷി കടം. ഗുരുക്കന്മാരോടുള്ള നമ്മുടെ കടം. എന്താണ് ഗുരുക്കന്മാരോടുള്ള കടം? നമ്മൾ വേദശാസ്ത്രങ്ങൾ പഠിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും അത് മറ്റുള്ളവർക്ക് ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ ആ കടം അവിടെ. പിന്നെന്താണ്? ദേവയജ്ഞം, ദേവന്മാർക്കുള്ള കടം. നമ്മൾ ഭഗവത്ഗീതയിൽ വായിക്കുന്നുണ്ട്. അമി അന്നാദ്ഭവന്തി ഭൂതാനി പർജന്യാദന്ന സംഭവഃ. ശ്ലോകം പറഞ്ഞോളൂ, ബാക്കി കാണാതെ പഠിച്ച ശ്ലോകമാണ്. യെസ്, ഫസ്റ്റ് ക്ലാസ്സിൽ അന്നാദ്ഭവന്തി ഭൂതാനി പർജന്യാദന്ന സംഭവഃ. വിസ്മയ, ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയില്ല. നന്നു അർത്ഥം കൂടി പറയാമോ? യജ്ഞങ്ങൾ വായിച്ചു പറഞ്ഞാൽ മതി, വായിച്ചു പറഞ്ഞാലും മതി. അവിടെ നിൽക്കട്ടെ. അപ്പൊ നോക്കുമ്പോഴത്തേന് നമുക്ക് നിൽക്കാം. അപ്പം ദേവകടം, ദേവയജ്ഞം. അത് കഴിഞ്ഞിട്ട് പിതൃയജ്ഞം, പിതൃക്കന്മാരോടുള്ള കടം. അതായത് പിതൃക്കൾക്ക് മോക്ഷപ്രാപ്തി കൊടുക്കേണ്ടത് മക്കളുടെ കടമയാണ്. അപ്പം ആ ബലി ഇപ്പം വരാൻ പോവാണ്. ഇപ്പം നാളെ ശ്രാദ്ധം ഇടുക. അപ്പം പിന്നുള്ളത് ഭൂതയജ്ഞം, അതായത് പക്ഷി മൃഗാദികൾ, വൃക്ഷലതാദികൾ, ഇവർക്ക് യഥാവിധി വളരേണ്ട സാഹചര്യം, അല്ലെങ്കിൽ അവർക്ക് ഉള്ള ആഹാരങ്ങളൊക്കെ കൊടുക്കുക. ഇത് ഭൂതയജ്ഞം. ഈ 5 കടങ്ങൾ നമുക്ക് ബാക്കിയുണ്ട്. ദേവയജ്ഞം എന്ന് പറയുമ്പോൾ 33 കോടി ദേവതമാരോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നുണ്ട്. 33 കോടി ദേവതമാർ. ഈ പുരുഷായുസിൽ ഏതെങ്കിലും ഒരു ദേവനെ നമുക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റും? ചിന്തിക്കേണ്ട. പറ്റുമോ ചേട്ടാ? പറ്റുമോ? പിന്നെ അടുത്തുള്ളത് മനുഷ്യയജ്ഞം. അതായത്
ദീന അനുകമ്പ അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും പരദുഃഖ ദുഃഖിയാകേണ്ടതാണ്. മറ്റുള്ളവരോട് ദീന അനുകമ്പ ഉണ്ടാവും. ആ അനുകമ്പ അതാണ് ദാനം എന്ന് പറയുന്നത്. അത് ഭഗവത് സമർപ്പിതമായിരിക്കണം ദാനം ചെയ്യും. ഭൗതികമായി നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനല്ല ദാനം ചെയ്യാൻ, ഭൗതികമായിട്ട് വേണം ദാനം ചെയ്യാൻ. ഭൗതികമായിട്ടുള്ള ദാനത്തിന്. ഓക്കെ, അപ്പൊ അവിടെ അപ്പം മനുഷ്യയജ്ഞം, മറ്റുള്ളവർക്ക് വസ്ത്രങ്ങൾ ദാനം ചെയ്യണം, ആഹാരം ദാനം ചെയ്യണം. ഭാഗവത പ്രകാരം നമ്മുടെ സമ്പാദ്യത്തിന്റെ 50% ഇത്തരം ദാനങ്ങൾക്ക് നമ്മൾ വിനിയോഗിക്കണമെന്നാണ് ശാസ്ത്രം വളരെ സത്യം. ഇതെല്ലാം കൂടെ നമ്മൾ എങ്ങനെ കൊണ്ട് തീർക്കും? ഇതാണ് എന്റെ ക്വസ്റ്റ്യൻ. എടുത്തോ, അർത്ഥം എടുത്തോ അന്നു? എല്ലാ ജീവജാലങ്ങളും ധാന്യങ്ങൾ കൊണ്ട് ജീവിക്കുന്നു. അതാകട്ടെ മഴ മൂലം ഉണ്ടാകുന്നു. മഴ യജ്ഞങ്ങളിൽ നിന്നും ഉണ്ടാകുന്നു. യജ്ഞങ്ങൾ വിധിപ്രകാരമുള്ള കർമ്മങ്ങളിൽ നിന്നും. ഒന്നുകൂടെ വായിച്ചേ. എല്ലാ ജീവജാലങ്ങളും ധാന്യങ്ങൾ കൊണ്ട് ജീവിക്കുന്നു. അതാകട്ടെ മഴ മൂലം ഉണ്ടാകുന്നു. മഴ യജ്ഞങ്ങളിൽ നിന്നും ഉണ്ടാകുന്നു. യജ്ഞങ്ങൾ വിധിപ്രകാരമുള്ള കർമ്മങ്ങളിൽ നിന്നും. നോക്ക്, യജ്ഞങ്ങൾ. അപ്പം ദേവന്മാരെ സന്തോഷിപ്പിക്കുമ്പോൾ ഭഗവാൻ കൃത്യമായിട്ടാണ് പറയുന്നത്. യജ്ഞങ്ങൾ കൊണ്ട് ദേവന്മാരെ സന്തോഷിപ്പിക്കുകയും ആ ദേവന്മാർ അതിനനുസരിച്ചിട്ട് പ്രസാദിക്കുകയും ചെയ്യും. ഇന്ദ്രൻ പ്രസാദിച്ച് മഴയുണ്ടാകുന്നു. അപ്പൊ അങ്ങനെ ഓരോ വകുപ്പുകളും അവരുടേതായ കാര്യങ്ങൾ ഭംഗിയായിട്ട് നിറവേറ്റുന്നു. അപ്പൊ ഇവരോടെല്ലാം നമുക്ക് കടപ്പാടുണ്ട്. ഈ കടപ്പാട് എങ്ങനെ തീർക്കാൻ പറ്റും? വളരെ പ്രയാസമാണ്. അവിടെയാണ് ഭാഗവതത്തിന്റെ പ്രസക്തി, ഭാഗവത വിധിയുടെ പ്രസക്തി. ഇവിടെ ആ കടപ്പാടിനെ പറ്റി ഗോപികമാരോട് ഭഗവാൻ എങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഭാഗവതം 11ാമത്തെ സ്കന്ധത്തിൽ പോയി കഴിഞ്ഞാൽ, ദശമസ്കന്ധത്തിലോട്ട് പോയി കഴിഞ്ഞാൽ, ദശമസ്കന്ധത്തില് 32ാമത്തെ അധ്യായത്തില് നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. 22ാമത്തെ ശ്ലോകം പറയുകയാണ്. 10.32.22 പറയുന്നുണ്ട്. നിരവധ്യ സായുജം സസ്വാദു കൃത്യം വിബുധായുസാഭിവ യാ മാ ഭജൻ ദുർജരാഗേഗ ശൃണ്ഘാ സംരക്ഷ്യതത് വാ പ്രത്യാദു സാധൂന ന പറയേ നിരവധ്യ സായുജ്യം സാധു കൃത്യം വിബുധായു സാഭിവ യാ മാ ഭജൻ ദുർജാരഗേക ശൃംഗ സംഋച്യതത് വാ പ്രത്യാദു സാധൂന. പറയുകയാണ് ഗോപികമാരോട്, നിങ്ങൾ എല്ലാ ബന്ധങ്ങളും മറന്നിട്ട് നിങ്ങൾ എന്നെ സേവനം ചെയ്തതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഒരു ബ്രഹ്മാവിന്റെ ആയുസ് മുഴുവൻ കടപ്പെട്ട് കഴിഞ്ഞാലും തീരത്തില്ലായിരുന്നു. നോക്കണം, എത്ര അനുകമ്പയാണ് ഭഗവാൻ കാണിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് മറ്റ് കാര്യങ്ങൾ മറന്നുപോയിട്ടുണ്ടെങ്കിൽ, മറ്റ് കടങ്ങൾ മറന്നുപോയിട്ടുണ്ടെങ്കിൽ അതിനെ എല്ലാം ഞാൻ കോമ്പൻസേറ്റ് ചെയ്തു തരും. കൗന്ദയ പ്രതിജാനീഹി ന മേ ഭക്ത്യ പ്രണശ്യതി. കുന്തിപുത്ര, അർജുന, എന്റെ ഭക്തന് ഒരിക്കലും നാശം സംഭവിക്കില്ല. കാര്യം ഇങ്ങനെയുള്ള കടങ്ങൾ ഉണ്ടെങ്കിൽ ഈ കടങ്ങളെല്ലാം ഞാൻ എഴുതി തള്ളും. അപ്പം ഇതെല്ലാം നമുക്ക് വിഷ്ണു പൂജ കൊണ്ട്, വിഷ്ണു സ്മരണം കൊണ്ട് തന്നെ എല്ലാം സാധിക്കാവുന്നതാണ്. പിന്നെ വീണ്ടും പറയുന്നു 11ാമത്തെ സ്കന്ധത്തില് 5ാമത്തെ അധ്യായത്തില് 41ാമത്തെ ശ്ലോകം പറയാണ്. ദേവർഷി ഭൂതാത്താ നൃണാം പുതൃണാം നസ്തിസ്കരോനിയം കാരാജൻ സർവാത്മനായ ശരണം ശരണ്യം ശരണം ശരണ്യം ഗതോ മുകുന്ദം പരഹത്യകർത്തം ഗതോ മുകുന്ദം പരഹത്യകർത്തം. എല്ലാ ഭൗതിക കടമകളും ഉപേക്ഷിച്ചിട്ട്
ഏതൊരുവൻ എന്നെ അഭയം പ്രാപിക്കുന്നുവോ അവന് പിന്നെ മറ്റൊരു സേവനങ്ങളുടെ ആവശ്യമേ ഇല്ല, അല്ലെങ്കിൽ മറ്റാരെയും സേവിക്കേണ്ട ആവശ്യമേ ഇല്ലെന്ന് ഭഗവാൻ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു. അപ്പം ഇതിന്റെ എല്ലാം ഇതുകൊണ്ടാണ് ശ്രാദ്ധകർമ്മം പോലും ആദ്യം വിഷ്ണുവിനെ സ്മരിച്ചിട്ടാണ്. ഓം വിഷ്ണുവേ നമഃ, ഭഗവാനെ സ്മരിച്ചിട്ടുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അങ്ങനെ ഹനുമാൻ ദേവൻ സുഗ്രീവനെ പ്രത്യുപകാരം ആ കടപ്പാടിനെ കുറിച്ച് ഓർമ്മിപ്പിച്ച വഴി നമുക്ക് ആ പഞ്ചമഹായജ്ഞങ്ങളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നു. അങ്ങനെ അതെല്ലാം പോയി അവസാനം പറയുന്നുണ്ട് വീണ്ടും, ശ്രീരാമദാസോകമാഹന്തരാഘവ കാരുണ്യലേശേന രക്ഷ്യതനദ്യജാൻ. ശ്രീരാമന്റെ ദാസോഹം തവ കേശവ, ശ്രീരാമദാസനാവാൻ പോകണം, ദാസനാണ് ആകേണ്ടത് എന്ന് പറയുന്നു. അത് വരുന്നത് ശ്രീരാമന്റെ ലക്ഷ്മണന്റെ പുറപ്പാടിലാണ്. അടുത്ത് നമ്മൾ വരുമ്പം ശ്രീരാമന്റെ വിരഹതാപം എന്നൊരു ഭാഗം വരുന്നുണ്ട്. ശ്രീരാമന്റെ ദുഃഖം. ആക്ച്വലി സീതാദേവിയെ കാണാനുള്ളതല്ല ശ്രീരാമന്റെ ദുഃഖം അവിടെ പ്രകടിപ്പിക്കുന്നത്. സ്വന്തം പത്നിയാണ് നിലവിളിച്ചു പോകുന്നത്, എൻ്റെ ഭാര്യയെ കണ്ടു, എൻ്റെ ഭാര്യയെ കണ്ടു. പക്ഷിമൃഗാദികളോട് എല്ലാം ചോദിക്കുകയാണ്, വൃക്ഷങ്ങളോട് സസ്യലതാദികളോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ ഭാര്യയെ കണ്ടു. അതിനർത്ഥം എന്താണ്? അഗ്നിസാക്ഷിയായിട്ടാണ് നമ്മള് വിവാഹബന്ധം, ആ ഉടമ്പടി സ്ഥാപിക്കുന്നത്. ഡൈവോഴ്സ് എന്നൊരു വാക്ക് നമ്മുടെ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടേ ഇല്ല. ഹൈക്കോടതിയിൽ ഏതാണ്ടൊക്കെ ഒരു വിധി വരുന്നു, അവരെ ഏതാണ്ടൊക്കെ ജൽപ്പനങ്ങൾ ചെയ്തിട്ടുണ്ട്, തെറ്റും ശരിയും അതിനകത്തുണ്ട്, പോട്ടെ. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം വേർപിരിഞ്ഞ് ഭാര്യയും ഭർത്താവും വേർപിരിഞ്ഞ് ഇരിക്കുക എന്നൊരു സംഭവം നിഘണ്ടുവിലേ ഇല്ല. പക്ഷേ നിർഭാഗ്യവശാൽ എവിടേക്കോ എന്തൊക്കെയോ സംഭവിക്കുന്നതിന്റെ അർത്ഥം അവിടെ അവർക്ക് ആത്മീയമായി ഒരു ഉണർവ് അല്ലെങ്കിൽ ആത്മീയമായി അറിവ് കിട്ടിയിട്ടില്ല എന്നോ, അതുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. അപ്പം ആദ്യം അവർ പഠിക്കേണ്ടത് ഭഗവത്ഗീതയും ഭാഗവതവും. അപ്പൊ അവിടെ ശ്രീരാമൻ ആ ഒരു ഫോർമുല അല്ലെങ്കിൽ ആ ഒരു ഉപദേശമാണ് നമുക്ക് തരുന്നത്. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പോകുമ്പോൾ അടുത്ത ശ്രീരാമചന്ദ്രൻ ആർക്കാണ് മോക്ഷം കെടുക്കാൻ പോകുന്നത്? മനോഹരമായൊരു ഭാഗം. സ്വയംപ്രഭ, ശബരിയെ പോലെ സ്വയംപ്രഭ എന്ന ഒരു ഭക്തയ്ക്ക്, നിഷ്കളങ്കയായ ഭക്തയ്ക്ക് മോക്ഷം കൊടുക്കുകയാണ്. ഈ ത്രേതായുഗം മൊത്തം ശ്രീരാമചന്ദ്രൻ മോക്ഷം കൊടുക്കൽ മാത്രമേ ഉള്ളൂ കൂടുതൽ. അതിനു വേണ്ടിയിട്ടാണ് 14 വർഷം വനത്തിൽ വന്നത്. ആ മോക്ഷം കൊടുക്കുകയാണ് അവിടെ. അപ്പൊ അങ്ങനെ സ്വയംപ്രഭ ആരാണ്? സ്വയംപ്രഭ ആരാ? സ്വയംപ്രഭ ഹേമയുടെ ദാസിയായിരുന്നു. അതെ, ഹേമയുടെ കൂട്ടുകാരിയാണ്, വിശ്വകർമ്മ. അതെ. അപ്പം ഹേമയുടെ വിശ്വകർമാവിന്റെ മകൾ ഹേമയുടെ കൂട്ടുകാരിയാണ് സ്വയംപ്രഭ. ഹരേ കൃഷ്ണ. അപ്പം സ്വയംപ്രഭ ഹേമയുടെ തോഴിയാണ്. ഹേമ ഉപദേശിക്കുകയാണ്, ശ്രീരാമചന്ദ്രനെ ധ്യാനിച്ചിരിക്കുകയാണ്, ശ്രീരാമമന്ത്രം ജപിച്ചിരിക്കുക, ശ്രീരാമചന്ദ്രൻ തീർച്ചയായിട്ടും നിന്റെ അടുത്ത് വരും, ശ്രീരാമചന്ദ്രന്റെ പാദസ്പർശനമേൽക്കുമ്പം നിനക്ക് മോക്ഷം കിട്ടും. മനോഹരമായ ഒരു സ്തുതിയാണ് സ്വയംപ്രഭാ സ്തുതി. മായായവനികാച്ഛന്നനായി വാഴുന്ന സ്വാതി. ഹരേ കൃഷ്ണ. മായായവനികാച്ഛന്നനായി വാഴുന്ന മായാമയനായ മാനുഷ വിഗ്രഹൻ അജ്ഞാനികളാൽ അറിഞ്ഞുകൂടാതൊരു വിജ്ഞാനമൂർത്തിയല്ലോ ഭവാൻ കേവലം. ഭാഗവതന്മാർക്കു ഭക്തിയോഗാർത്ഥമായി ലോകേശ മുഖ്യമരൗഘമർദ്ദിക്കയാൽ
ഭൂമിയിൽ വന്നവതീർണനാം നാഥനെ താമസിയായ ഞാൻ എന്തറിയുന്നതും സച്ചിന്മയം തവ തത്വം ജഗത്രയേ കശ്ചിൽ പുരുഷനറിയും സുഹൃതിനാം രൂപന്തവേദം സദാ ഭാതു മാനസേ താപസാന്തസ്ഥിതം താപത്രയാപഹം നാരായണ തവ ശ്രീപാദദർശനം ശ്രീരാമാമോക്ഷൈകദർശനം കേവലം ജന്മമരണഭീതാനാമദർശനം സന്മാർഗദർശനം വേദാന്തദർശനം പുത്രകളത്ര മിത്രാർത്ഥ വിഭൂതി കൊണ്ട് എത്രയും ദർപ്പിതരായുള്ള മാനുഷർ രാമരാമേതി ജപിക്കയില്ലെന്നുമേ രാമനാമം മേ ജപിക്കായി വരണമേ നിത്യം നിവൃത്ത ഗുണത്രയമാർഗായ നിത്യായ നിഷ്കിഞ്ചനാർത്ഥായ ദേ നമഃ. ഹരേ കൃഷ്ണ. നോക്കൂ, രാമരാമേത് ജപിക്കയില്ലെന്നുമേ രാമനാമം മേ ജപിക്കായി വരേണം. നോക്കൂ എത്ര കൃത്യമായിട്ട്. മായായവനികാച്ഛന്നനായി വാഴുന്ന മായാമയനായ മാനുഷ വിഗ്രഹൻ അജ്ഞാനികളാൽ അറിഞ്ഞുകൂടാതൊരു വിജ്ഞാനമൂർത്തിയല്ലോ ഭവാൻ കേവലം. എത്ര സുന്ദരമായിട്ടാണ് ഇതിനെ വളരെ ലഘൂകരിച്ച് വീണ്ടും നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ രണ്ടിടത്ത് പറയുന്നുണ്ട്. ഭഗവത്ഗീതയിലും ഭാഗവതത്തിലും പറയുന്നു. ഒന്ന് ഫസ്റ്റ്, മായായവനികാച്ഛന്നനായി വാഴുന്ന മായാമയനായ മാനുഷ വിഗ്രഹൻ. കുന്തി സ്തുതിയില് ഇതിനെക്കുറിച്ച് വീണ്ടും കൃത്യമായിട്ട് പറയുന്നുണ്ട്. മായായവനികാച്ഛന്നം അജ്ഞം അദോഷജമവ്യയം നലിഷ്യസേ മൂഢദൃശോ നടോ നാട്യധരോ യഥാ. കുന്തിദേവി പ്രാർത്ഥിക്കുന്നതാണ് ഭഗവാന്റെ അടുത്ത്. മായായവനികാച്ഛന്നം പ്രഥമ സ്കന്ധത്തില് ഓക്കെ എട്ടാമത്തെ അധ്യായത്തില് ഹരേ കൃഷ്ണ 19 എന്തോ പറഞ്ഞോ. ഓക്കെ ഹരേ കൃഷ്ണ. ഒരു ദിവസം കൃഷ്ണന്റെ അമ്മ ഒരു പാട്ട് പാടായിരുന്നു. അന്ന് ഒരു സ്ഥലം പറഞ്ഞിട്ടില്ല. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ അമ്മ സ്റ്റേജ് കൃഷ്ണ ഈ പാട്ടാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ നാളെ പറഞ്ഞാണ്. ഓക്കെ ഓക്കെ നെക്സ്റ്റോട് പറയാതെ പാട്ട് പറഞ്ഞു. അപ്പൊ ഗുരു ചോദിച്ചില്ലേ, ഗുരു 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 ഒരു ഇതുണ്ടല്ലോ, ഗുരു ടീച്ചറുണ്ട്. കൃഷ്ണന്റെ അമ്മയുടെ അച്ഛൻ്റെ നെയ്മാണ് ഗുരു. പിന്നെ സിസ്റ്റർ ഉണ്ടല്ലോ, ആ കൃഷ്ണ ഈ ഒരു കൃഷ്ണാണ് ഈ പാട്ട് പാടാണ്. നല്ല ഒരു പാട്ട്. ഒരു പാട്ട് പാടും. ഓക്കെ. ആടിലേലകൾ ഒന്നൂടെ ആടൂലേ, ഒന്നാണ് ആടുകയും ഒന്നൂടെ ആടൂലേ, ഒന്നൂടെ ആടൂലേ കണ്ണ കണ്ണ കണ്ണ. ഇങ്ങനെയാണ് കൃഷ്ണന്റെ അമ്മ പാടുന്നത്. താങ്ക് യു, വെരി ഗുഡ്. ഹരേ കൃഷ്ണ. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് പാടാം. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ
ഇവിടെ പറയുന്നു കുന്തി സ്തുതിക്ക് മായായവനിയാച്ഛന്നം ആജ്ഞമദോഷജമവ്യയം നലിഷ്യസേ മൂഢദൃശു നടോ നാട്യതരോ യഥാ. പരിമിതമായ ഇന്ദ്രിയദൃഷ്ടിക്ക് അതീതനാകയാൽ മായയുടെ യവനികയാൽ മൂടപ്പെട്ട നിത്യ അഗർഹ്യ ഘടകമാണ് അങ്ങ്. ഒരു നടൻ എന്ന വ്യക്തിയെ കഥാപാത്രത്തിൽ നിന്നും വേർതിരിച്ചറിയാൻ മൂഢ നിരീക്ഷകർക്ക് കഴിവില്ലാത്തതുപോലെ അങ്ങ് വിഡ്ഢിയായ വീക്ഷകന് അദൃശ്യകനാണ്. ഭഗവാനെ കാണണം എന്ന് പറയുന്നവർക്ക് ആദ്യം മനസ്സിലാക്കണം, വിഡ്ഢിയായ വീക്ഷകന് അദൃശ്യനാകും. അത് തന്നെയാണ് ഇവിടെ സ്വയംപ്രഭ പറയുന്നത്. മായായവനിയാച്ഛന്നനായി വാഴുന്ന മായാമയനായ മാനുഷ വിഗ്രഹൻ അജ്ഞാനികളാൽ അറിഞ്ഞുകൂടാതൊരു വിജ്ഞാനമൂർത്തിയല്ലൂ ഭവാൻ. ജ്ഞാനമൂർത്തിയല്ല, വിജ്ഞാനമൂർത്തിയല്ലൂ ഭവാൻ. ഇതിന് ഈക്വലായിട്ട് വീണ്ടും ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്. വീണ്ടും ഏത് ശ്ലോകമാണ് പറയുന്നത്? അവജാനന്തി മാമൂഢാ മാനുഷം തനുമാശ്രിതം. അവജാനന്തി മാമൂഢാ മാനുഷം തനുമാശ്രിതം പരം ഭാവമജാനന്ദോ മമഭൂതമഹേശ്വരം. മൂഢന്മാർക്ക് എന്നെ കുറിച്ച് അറിയത്തില്ല. മൂഢന്മാർ വിചാരിക്കും ഞാൻ വെറും ഒരു മനുഷ്യരൂപം കൊണ്ട ഒരാളാണ്, വെറും ഒരു മനുഷ്യനാണെന്ന് വിചാരിക്കും. അപ്പം ഇവിടെ അങ്ങനെ സ്വയംപ്രഭയ്ക്ക് അനുഗ്രഹം കിട്ടി. പിന്നെ വായിക്കുകയാണ്. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ സ്വയംപ്രഭ വീണ്ടും സൂചിക്കുന്നു. പ്രാകൃതന്മാരാം ജനങ്ങളിൽ സംഗമം പ്രീതമാതാജി. അങ്കതാദികൾ, അതായത് അതിന്റെ ഏറ്റവും ലാസ്റ്റ് വരും, സ്വയംപ്രഭാ സ്തുതിയുടെ ലാസ്റ്റ് വരും. പ്രാകൃതന്മാരാം ജനങ്ങളിൽ സംഗമം ഏകാദ സംഭവിച്ചിടായിക മാനസേ രാമരാമേതി ജപിക്കായി വരേണമേ. കിട്ടിയോ? കിട്ടി. ഹരേ കൃഷ്ണ. രാമ രാമേതി ജപിക്കായി വരേണമേ രാമപാദേ രമിക്കേണമെൻ മാനസം സീതാ സുമിത്രാത്മജാൻവിതം രാഘവം പീതവസ്ത്രം ചാപ ബാണാസനധരം ചാരുമകൂട കടക കടിസൂത്ര ഹാരമകരമണിയ കുണ്ടലം നൂപൂര ഹേമാംഗദാദി വിഭൂഷണ ശോഭിത രൂപം വസിക്കമേ മാനസേ. മറ്റെനിക്കേതുമേ വേണ്ട മറ്റെനിക്കേതുമേ വേണ്ട പരം വിഭോ പറ്റായിക ദുസ്സംഗമുള്ളിൽ ഒരിക്കലും. ശ്രീരാമദേവനതു കേട്ടവളോടോ ചാരുമന്ദസ്മിതം പൂണ്ടരുളി ചെയ്തു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. നോക്കൂ, എനിക്ക് രാമമന്ത്രം എപ്പോഴും ജപിക്കാനുള്ള ആ ഒരു മനസ്സുണ്ടാകണം, ആ ഒരു കഴിവ്. നമ്മൾ ഓരോരുത്തരുടെയും പ്രാർത്ഥന അതാണ്. ഭഗവാനെ ഏതൊരവസ്ഥ സുഖമായാലും ദുഃഖമായാലും ഭഗവാനെ അങ്ങേ എനിക്ക് സന്തോഷത്തോടെ, അങ്ങേ എനിക്ക് ആനന്ദത്തോടെ ഓർമ്മിക്കാൻ സാധിക്കണം. എൻ്റെ ജീവിതത്തിൽ ഭൗതികത്തിൽ എന്താ പറയുന്നത്, ഒരു ഭഗവത്ഗീതയിൽ ശ്ലോകം വരുന്നുണ്ടല്ലോ, ശൈത്യം ഋതുകാലങ്ങൾ മാറി വരുന്ന ഒരു ശ്ലോകം വരുന്നുണ്ടല്ലോ, സുശീം പ്രഭു. ഏതാണ്? ഞാനിപ്പോഴും പറയുന്നതാണ്. 2:14 സ്പർശാസ്തു കൗന്ദേയ. അതെ, ശീതോഷ്ണ സുഖദുഃഖിന. അതെ, ശൈത്യവും ചൂടുകാലവും വരുന്നത് പോലെ ഭൗതിക ജീവിതത്തിൽ സുഖങ്ങളും ദുഃഖങ്ങളും വരും. കൃഷ്ണ ഭഗവാനെ, ഈ രണ്ട് സമയത്തും അങ്ങയെ ഓർമ്മിക്കുമ്പോൾ എനിക്ക് മനസ്സിന് ആനന്ദം ഉണ്ടാകണം, അങ്ങയെ എനിക്ക് ആനന്ദത്തോടെ സ്മരിക്കാനും സാധിക്കണം. ഇതാണ് പ്രാർത്ഥന വേണം. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തണം. വീണ്ടും പറയുന്നു. അപ്പം വേറെ ഒരു കാര്യവും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ശ്രീരാമചന്ദ്രൻ സ്വയംപ്രഭയെ അനുഗ്രഹിച്ച് മുന്നോട്ട് പോകുന്നതാണ്. പിന്നെ നമ്മൾ ചെല്ലുന്നത്, ഞാൻ ഇച്ചിരി ചാടുകയാണ്, സമ്പാദി വാക്യത്തിലോട്ടാണ് നമ്മൾ ചെല്ലുന്നത്. സമ്പാദി ആരാ? ജടായു ശ്രേഷ്ഠന്റെ ജടായുവിന്റെ ജ്യേഷ്ഠനാണ്. അവര് മത്സരിച്ച് ഓടിയ സമയത്ത് പക്ഷം കഴിഞ്ഞു പോകും. അനിയനെ പ്രൊട്ടക്ട് ചെയ്യാൻ പോകുമ്പോ അവസാനം അവർ രണ്ടുപേരും വേർപെട്ടുപോയി. പാവം സമ്പാദി വിചാരിക്കുന്നു മരിച്ചുപോയി എന്നുള്ളത്, അല്ലേ? അങ്ങനെ ദുഃഖിച്ച് നിരാലംബനായും തോന്നിച്ചിട്ട് ഇനി ജീവിതത്തിൽ എന്ത് വേണം
നൈരാശ്യമായി ഇനി ജീവിച്ചിട്ട് എന്ത് കാര്യം വിചാരിച്ചിട്ട് ആത്മഹത്യയുടെ വക്കിലെത്തുമ്പോഴാണ് ഒരു മുനിയെ കാണുന്നത്. ആ മുനിയുടെ പേരാണ് ചന്ദ്രമാമുനി. ആ മുനി അവിടെ ഉപദേശിക്കുകയാണ്, ആത്മോപദേശം കൊടുക്കുകയാണ്. 84 ലക്ഷം ജീവവർഗങ്ങളെ കുറിച്ചും ഈ ജീവവർഗങ്ങൾ ഓരോ യോനിയിലും എങ്ങനെ ഉണ്ടാകുന്നു എന്നതിനെ കുറിച്ചുമൊക്കെ ആത്മോപദേശം കൊടുക്കണം. വളരെ മനോഹരമായ ഒരു ഭാഗമാണ് അവിടെ. എന്നതിലൊന്നുരേതസായി ചമഞ്ഞതു, 10 മാസത്തെ കുറിച്ച് പറയുകയാണ്. ഓ, അതൊന്ന് വായിക്കണം. പരീക്ഷിത് മഹാരാജിന്റെ കാലത്തിലോട്ട് വരുന്നു. ഓക്കെ, വായിച്ചോളൂ സ്വാതി. എന്നതിലൊന്നുരേതസായി ചമഞ്ഞതു ചെന്നു സീമന്തിനി യോനിയിലായി വരും. യോനി രക്തത്തോടു സംയുക്തമായി വന്ന താനേജരായു പരിവേഷ്ടിതവുമാം ഏകദിനേന കലർന്നു കലലമാഭീഭവിച്ചാലതും പിന്നെ മെല്ലവേ പഞ്ചരാത്രം കൊണ്ട് ബുദ്ബുദാകാരമാം പഞ്ചദിനം കൊണ്ടു പിന്നെ യഥാക്രമം മാംസപേശിത്വം ഭവിക്കും. അതിന്നതും മാസാധകാലേന പിന്നെയും മെല്ലവേ പേശിരുധിര പരിപ്ലുപ്തമായി വരും. ആചു തസ്യാമങ്കുരോൽപത്തിയും വരും. പിന്നെയൊരു 25 രാത്രിയാൽ പിന്നെയൊരു 3 മാസേന സന്ധികൾ അംഗങ്ങൾ തോറും ക്രമേണ ഭവിച്ചിടും. അങ്കുലീജാലവും 4 മാസത്തിനാൽ ദന്തങ്ങളും നഖപങ്ക്തിയും ഗുഹ്യവും സന്ധിക്കും നാസികാകർണനേത്രങ്ങളും 5 മാസം കൊണ്ടു 6 മാസേ പുനഃ കിഞ്ചന പോലും പിഴയാതെ ദേഹിനാം കർണയോശ്ചിദ്രു ഭവിക്കുമതിസ്ഫുടം. പിന്നെ മേട്രോപസ്ഥനാഭി പായുക്കളും 7 മാസം ഭവിക്കും പുനരുടൻ. ഗുപ്തമായൊരു ശിരകേശരോമങ്ങൾ 8 മാസി ഭവിക്കും പുനരഭി പുഷ്ടമായിടും. ജഡരസ്ഥലാന്തരെ 9 മാസേ വളരും ദിനം പ്രതി കമ്പം കരചരണാദികൾക്കും വരും. 5 മാസി ചൈതന്യവാനായി വരും. അഞ്ജസാജീവൻ ക്രമേണ ദിനേ ദിനേ നാഭിസൂത്രാൽ പരന്ത്രേണ മാതാവിനാൽ സാപേക്ഷമായ ഭുക്താന്ന രസത്തിനാൽ വർദ്ധതേ ഗർഭകമായ പിണ്ഡം മുഹുർമൃത്യുവരാ നിജ കർമ്മബലത്തിനാൽ. പൂർവജന്മങ്ങളും കർമ്മങ്ങളും നിജം സർവകാലം നിരൂപിച്ച് ദുഃഖിച്ച് ജാഠരവന്യ പ്രദപ്തനായി തൽക്കാരണങ്ങൾ പറഞ്ഞു തുടങ്ങിനാൻ. 100,000 യോനികളിൽ ജനിച്ച് എത്ര കർമ്മങ്ങൾ അനുഭവിച്ചേനഹം. പുത്രധാരാദി ബന്ധുക്കൾ സംബന്ധവും എത്ര 100,000 കോടി കഴിഞ്ഞത്. നിത്യം കുടുംബ ഭരണേകസക്തനായി വിത്തമന്യായമാർജിച്ചിതന്വഹം. വിഷ്ണു സ്മരണയം ചെയ്തു കൊണ്ടേല ഞാൻ കൃഷ്ണ കൃഷ്ണേതി ജപിച്ചിലൊരിക്കലും. തൽഫലമെല്ലാം അനുഭവിച്ചിടുന്നിതിപ്പോൾ ഇവിടെ കിടന്നു ഞാൻ ഇങ്ങനെ ഗർഭപാത്രത്തിൽ നിന്നെന്നു ബാഹ്യസ്ഥലെ കെൽപ്പോടെനിക്കു പുറപ്പെട്ടു കൊള്ളാവോ. ദുഷ്കർമ്മമൊന്നുമേ ചെയ്യുന്നതില്ല ഞാൻ, സൽക്കർമ്മജാലങ്ങൾ ചെയ്യുന്നതേയുള്ളൂ. നാരായണ സ്വാമി തന്നെ ഒഴിഞ്ഞ് മറ്റാരെയും പൂജിക്കയില്ല ഞാൻ എന്നുമേ. ഇത്യാദി ചിന്തിച്ചു ചിന്തിച്ചു ജീവനും ഭക്യാ ഭഗവത് സ്തുതി തുടങ്ങിനാൾ. 10 മാസം തികയും വിധൗ ഭൂതലേ. കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. നാരായണ നാരായണ സ്വാമി തന്നെ ഒഴിഞ്ഞു മറ്റാരെയും പൂജിക്കയില്ല ഞാനെന്നുമേ. ഇത്യാദി ചിന്തിച്ചു ചിന്തിച്ചു ജീവനും ഭക്യാ ഭഗവത് സ്തുതി തുടങ്ങിയിടിനാൻ. 10 മാസം തികയും വിധൗ
ഭൂതലേ. എത്ര മനോഹരമായിട്ടാണ് എഴുത്തച്ഛൻ നമുക്ക് പച്ച മലയാളത്തിൽ പറഞ്ഞു തന്നിരിക്കുന്നത്. ഇതാണ് എവിഡൻസ്. ദിസ് ഈസ് ദ എവിഡൻസ്. ഭഗവത്ഗീതയിൽ ഭഗവാൻ നേരിട്ട് നമ്മുടെ അടുത്ത് പറയുമ്പോൾ ഭാഗവതത്തില് ഭഗവാനെ കണ്ടറിഞ്ഞവർ പറഞ്ഞിരിക്കുന്നു. അത് തന്നെയാണ് വാൽമീകി മഹർഷി രാമായണത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഭഗവാനെ കണ്ടറിഞ്ഞെഴുതിയിരിക്കുകയാണ്. അത് തന്നെയാണ് എഴുത്തച്ഛൻ രാമായണത്തിൽ നമുക്ക് തന്നിരിക്കുന്നത്. 100,000 യോനികളിൽ നമ്മൾ ജന്മമെടുത്തത് എന്തിനാണെന്ന്? 84 ലക്ഷം ജീവികളിൽ നമ്മൾ പുനരഭിജനനം പുനരഭിമരണം. ശില്പമാതാ 2 ലൈൻ. പുനരഭിമരണം പുനരഭിജനനം പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനനീ ജഠരേ ശയനം ഇഹ സംസാരേ ബഹുദുസ്താരേ कृपया पारे पाहि मुरारे भज गोविन्दं भज गोविन्दं गोविन्दं भज मूढमते ഗോവിന്ദം ഭജ മൂഢമതി. നോക്ക് ഇവിടെ ഈ 84 സമ്പാദി നിരാശനായിട്ടിരിക്കുകയാണ്. ആത്മഹത്യ മുനമ്പിലിരിക്കുമ്പോൾ നിനക്ക് ഈ ജന്മത്തെ പറ്റി ചന്ദ്രമാമുനി പറഞ്ഞു കൊടുക്കുകയാണ്. എനിക്കും നിനക്കും കിട്ടുന്ന ജന്മങ്ങൾ എന്തിൻ്റെയൊക്കെയോ ബാക്കിയാണ്. അവിടെ എന്തുകൊണ്ടാണ് 100,000 ജന്മങ്ങൾ ജനിക്കുമ്പോൾ ഒരു പ്രാവശ്യം പോലും നമുക്ക് വിഷ്ണു സ്മരണമില്ലാതായി പോയി? കൃഷ്ണ കൃഷ്ണേതി ജപിച്ചിലൊരിക്കലും. നോക്കൂ, ത്രേതായുഗത്തിൽ രാമായണത്തെ എഴുതി വച്ചിരിക്കുന്നതാണ് കൃഷ്ണ കൃഷ്ണ. എന്തുകൊണ്ട് ത്രേതായുഗത്തിൽ കൃഷ്ണന്റെ നാമം വന്നു? വാസുദേവന്റെ നാമം വരുന്നു. ഇവിടെയാണ് ഭഗവാനാണ് ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണ കാരണം എന്ന് ബ്രഹ്മാവ് പറഞ്ഞതിന്റെ പ്രസക്തി വരുന്നത്. വാൽമീകി മഹർഷി നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ കവികൾ മാനവകൃതിക്കൂട സ്പന്ദനം അറിയുന്നു. അപ്പം കവികൾ, ഭഗവാന്റെ ഭക്തന്മാര് ഭൂതവും ഭാവിയും വർത്തമാനവും ഒക്കെ അറിയാവുന്നവരാണ്. ശ്രീരാമചന്ദ്ര പ്രഭു അല്ലെങ്കിൽ പരമശ്രേഷ്ഠൻ അല്ലെങ്കിൽ സൃഷ്ടികർത്താവ് ആരാണ്? ഭഗവാൻ കൃഷ്ണനാണ്. അപ്പൊ കൃഷ്ണന്റെ ഒരു റിവേഴ്സ് ഇൻകാർണേഷൻ ആണ് ശ്രീരാമചന്ദ്രൻ പ്രഭു എന്ന് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞു. ഒരു റിവേഴ്സ് ഇൻകാർണേഷൻ, കൃഷ്ണ ഭഗവാന്റെ റിവേഴ്സ് ഇൻകാർണേഷൻ ആണ്. അതുകൊണ്ടാണ് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞത്. അല്ലെങ്കിൽ ത്രേതായുഗത്തിൽ വാൽമീകി എഴുതേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ എഴുത്തച്ഛൻ മലയാളത്തിൽ പരിഭാഷ ചെയ്യുമ്പോൾ കൃഷ്ണന്റെ പേര് എഴുതേണ്ട ആവശ്യമില്ല. വിഷ്ണു സ്മരണവും ചെയ്തുകൊണ്ടില്ല ഞാൻ കൃഷ്ണ കൃഷ്ണേതി ജപിച്ചിലൊരിക്കലും. അപ്പം ഈ 10 മാസം ഈ കുഞ്ഞ് ചോരയിൽ മുക്കി, ചോരയിൽ തുടങ്ങി ആ എന്താ പറയുക മലീമസമായ ഒരു സാഹചര്യത്തില് ഈ ശിശു ഇങ്ങനെ കിടക്കുമ്പോൾ വീർപ്പ് മുട്ടുകയാണ്. 10-ാം മാസത്തിൽ വളർച്ച നിറയുമ്പോൾ വീർപ്പ് മുട്ടുകയാണ്. അപ്പോൾ ഭഗവാൻ എടുത്ത് യാചിക്കുകയാണ്. ഭാഗവതത്തിൽ കൃത്യമായിട്ടത് പറയുന്നുണ്ട്. വീണ്ടും യാചിക്കുകയാണ്, വാക്കു കൊടുക്കുകയാണ്. നാരായണ സ്വാമി തന്നെ ഒഴിഞ്ഞു മറ്റാരെയും പൂജിക്കയില്ല ഞാൻ. കൃഷ്ണ ഭഗവാനെ, ഞാൻ എന്നെ ഒന്ന് പുറത്തോട്ട് വിടൂ. എന്റെ ഈ വീർപ്പുമുട്ടല്ല, ഈ ബുദ്ധിമുട്ടൊന്ന് മാറ്റൂ. ഹരേ കൃഷ്ണ, എനിക്ക് വീർപ്പുമുട്ടുകയാണ്. ഞാൻ അങ്ങയുടെ ദാസനായിക്കൊള്ളാം, എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങയെ സേവിച്ചു കൊള്ളാം എന്നെന്റെ വാക്കിനനുസരിച്ചിട്ട് ഭഗവാനോട് വാക്ക് കൊടുത്തിട്ട് പ്രതിജ്ഞ കൊടുത്തിട്ട് നമ്മൾ പുറത്തു വരുമ്പം താപത്രയം ഈ പ്രകൃതിയിൽ വന്ന് വിടും. സാത്വികം, രാജസികം, താമസികം. ആരുടെ മടിത്തട്ടിലോട്ടാണ് നമ്മൾ വരുന്നത്? ദുർഗാദേവിയുടെ മടിത്തട്ടിൽ ഇങ്ങനെ വളരെ മനോഹരമായിട്ട് നമ്മൾ ഇങ്ങനെ കിടക്കും. ആരാണ് ദുർഗാദേവി? 7ാമത്തെ അവതാരം യോഗമായ. ഹേ മൂക്കകംസ, നിന്റെ അന്തകൻ ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആ യോഗമായ ആ പരാശക്തിയുടെ മടിയിൽ ഇങ്ങനെ കിടന്ന് നമ്മളങ്ങ് സുഖിക്കും. ഭൗതിക കാമവാസനകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ കൃഷ്ണനെ മറക്കും. അതിന്റെ ഫലമായിട്ടാണ് സമ്പാദി നമ്മുടെ ഈ ഓരോ ജന്മവും. അതുകൊണ്ട് നിനക്ക് ഇനി ഒരു ജന്മം ഉണ്ടാകാതെ വരണമെന്നുണ്ടെങ്കിൽ ശ്രീരാമപാദം
നീ ശരണാഗതി നേടൂ എന്ന് പറയുന്നുണ്ട്. പിന്നെ അത് താഴോട്ട് വരുമ്പം ശ്രീരാമദേവ കഥാമൃതമാഹാത്മ്യം വരെ ആർക്കെങ്കിലും വായിക്കാൻ പറ്റുമോ? രാമായണം ഉണ്ടോ? നബി വായിക്കാൻ പറ്റുമോ? രാമായണം ചേച്ചി എന്ന് വായിച്ചല്ലേ? ശ്രീരാമദേവ കഥാമൃതമാഹാത്മ്യം. നബി അമ്മയുണ്ടോ അവിടെ? ഞാൻ വായിക്കട്ടോ? ആ വായിച്ചോളൂ. ശ്രീരാമദേവ കഥാമൃതമാഹാത്മ്യമാരാലുമൂത്താലറിയാവതല്ലേലും രാമനാമമൃതത്തിനു സമാനമായി മാമകേ മനസ്സേ മറ്റു തോന്നിയിലഹോ. നല്ലതുമേന്മേൽ വരേണമേ നിങ്ങൾക്കു കല്യാണഗാത്രിയെ കണ്ടു കിട്ടേണമേ. നന്നായതി പ്രയത്നം ചെയ്തിലർണവ ഇന്നു തന്നെ കടക്കായി വരും നിർണയം. ശ്രീരാമനാമസ്തുതി കൊണ്ടു സംസാരമാരാം നിധിയെ കാക്കുന്നിതേവരും. രാമഭാര്യാലോകനാർത്ഥമായി പോകുന്ന രാമഭക്തന്മാരാം നിങ്ങൾക്കൊരിക്കലും സാഗരത്തെ കടന്നിടുവാൻ ഏതുമൊരാകുലമുണ്ടാകയില്ലൊരു ജാതിയും എന്നു പറഞ്ഞു പറന്നു മറഞ്ഞിതു അത്യുന്നതനായ സമ്പാദി വിഹായസ. ഹരേ കൃഷ്ണ. ശ്രീരാമദേവ കഥാമൃതമാഹാത്മ്യം ആരാലും ഓർത്താൽ അറിയാതെ വല്ലേതും രാമനാമാമൃതത്തിന് സമാനമായി മാമകേ മാനസേ മറ്റു തോന്നിയിലഹോ. വേറൊന്നുമില്ല. മന്ത്രത്തിന് തുല്യമായി, വിഷ്ണുസ്മരണത്തിന് തുല്യമായി വേറൊന്നുമില്ല എന്ന് അവിടെ അടിവരയിട്ട് ഉറപ്പിച്ചിട്ട് നമുക്ക് വേണ്ടിയിട്ടാണ് സമ്പാദി വാക്യം പറയുന്നത്. അങ്ങനെ സമ്പാദിയുടെ വാക്യവും നമ്മുടെ ജനനവും എല്ലാം, ജനന മരണങ്ങളെ കുറിച്ചൊക്കെ വളരെ മനോഹരമായിട്ട് രാമായണം പറഞ്ഞ് പിന്നെ അങ്ങോട്ട് പോകുന്നത് നമ്മൾ സുന്ദരകാന്ഡത്തിലേക്ക്, സുന്ദരമായ കാണ്ഡത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. ഭഗവാന്റെ ശ്രേഷ്ഠനായ ഭക്തനാണ്. ആ ഭക്തന് വേണ്ടിയിട്ട് മാത്രം ഒരു കാണ്ഡം മുഴുവൻ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് വാൽമീകി. അതാണ് ഭഗവാനും ഭക്തനും തമ്മിലുള്ള ബന്ധം. അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞു എത്ര ദൂതന്മാര് പോയിട്ടുണ്ടെന്നുള്ളത്. അതിലെ തെക്കോട്ട് വളരെ ശ്രേഷ്ഠനായ ദിക്കിലേക്ക്, പ്രധാനപ്പെട്ട ദിക്കിലേക്ക് ശ്രേഷ്ഠനായ ഭക്തനെ നിയോഗിക്കും, ഹനുമാൻ ദേവനെ നിയോഗിക്കും. അങ്ങനെ ഹനുമാൻ ദേവൻ ലങ്കാപുരിയിൽ എത്തുകയാണ്. ലങ്കാപുരിയിലെത്തി സീതാദേവിയൊക്കെ കണ്ട് സീതാദേവിക്ക് അടയാളവാക്യങ്ങളൊക്കെ കൈമാറി. അങ്ങനെ ശ്രീരാമദൂതനാണ് എന്നറിയും. ഇതൊക്കെ നമുക്ക് തിരിച്ചും സീതാദേവി അടയാളവാക്യം കൊടുത്തയക്കും. അപ്പോഴാണ് ഹനുമാൻ ദേവന് തോന്നുന്നത്, ഏതായാലും ഞാൻ ഈ രാജ്യത്ത് വന്നു, അപ്പൊ ഈ രാജ്യത്തിന്റെ അധിപനെ ഒന്ന് കാണിക്കണ്ടേ ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ ദൂതനാണ് എന്ന് കാണിക്കണ്ടേ. അപ്പോൾ ഒന്ന് കണ്ടുകളയാം എന്ന് തീരുമാനിച്ചിട്ട് ചില സാഹസങ്ങളൊക്കെ എടുക്കും. അതിന്റെ ഫലമായിട്ട് അവിടെ ചില കുസൃതികളൊക്കെ കാണിക്കും. രാവണന്റെ മകനും പോകും. രാവണ സന്നിധിയിലെത്തും. രാവണ സന്നിധിയിലെത്ത് ഒരു സെൽഫ് ഇൻട്രഡക്ഷൻ കൊടുക്കുന്നുണ്ട്. വളരെ മനോഹരമാണ് സെൽഫ് ഇൻട്രഡക്ഷൻ. ഞാൻ ആരാണ് എന്നുള്ളത്. പൂജ്യനാം രാമദൂതൻ ഞാൻ അറിയ നീ. രാവണ നീ അറിയണം, പൂജ്യനാം സർവരാ പൂജനീയനായ രാമദേവന്റെ ദൂതനാണ് എന്ന് ഞാൻ അറിയണം. ശുഭമാതാജി ഉണ്ടോ ആ ഭാഗം? ഇല്ല പ്രഭു. പൂജനാം രാമദൂതനാണെന്ന് അറിയുക. വേറെ ആരുണ്ട്? അനബി അമ്മയുണ്ടോ? അനബി അമ്മയുണ്ടോ? വായിക്കാമോ? രാമായണം വായിക്കൂ. അമ്മയുടെ ഇത് രാമായണം ഇല്ല. പ്രീതമാതാജി വായിച്ചോളൂ. വീഡിയോയിൽ വന്നെങ്കിലേ മറ്റുള്ളവർക്ക് എനിക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. പൂജ്യനാം രാമദൂതൻ ഞാൻ അറിയ നീ ഭുവനപതി. പ്രീതമാതാജി ഒന്ന് വായിച്ചു. ഇല്ല, കിട്ടിയില്ല പ്രഭു. ഏതിലാണ്? അത് ഞാൻ കുറെ അങ്ങ് മറിഞ്ഞ്. ഹനുമാൻ രാവണ സഭയിലെത്തി. ഞാൻ കുറെ അങ്ങ് മറിഞ്ഞു പോയി. മൂന്നാമത്തെ വാരം തീർക്കണ്ടേ. ഇവിടെ ഹനുമാൻ രാവണ സഭയിൽ എത്തുകയാണ്. ഹെഡിങ് ഉണ്ട്, ഹനുമാൻ രാവണ സഭയിൽ. ഇതിനകത്ത് ഒരു 10-20 രാവണ സംവാദം. അതെ,
അതിനകത്തൊരു 10-20 വരി തള്ളിയിട്ട് പൂജ്യം രാമദൂതൻ ഞാൻ അറിക നീ ഭുവനപതി മമപതി പുരന്തര പൂജിതൻ പുണ്യപുരുഷൻ പുരുഷോത്തമൻ പരൻ. കിട്ടി. ഒന്ന് വായിച്ചു. പൂജ്യനാം രാമദൂതൻ ഞാനറിയുക നീ ഭുവനപതി മമപതി പുരന്തര പൂജിതൻ പുണ്യപുരുഷൻ പുരുഷോത്തമൻ പരൻ ഭുജഗ കുലപതി ശയന അമലൻ അഖിലേശ്വരൻ പൂർവദേവാരാധി ഭുക്തി മുക്തി പ്രദൻ പൂരമധന ഹൃദയമണി നിലയ നിവാസിയാം ഭൂദേശ സേവിതൻ ഭൂത പഞ്ചാത്മകൻ ഭുജഗ കുലരിപുണമണിരഥധ്വജൻ മാധവൻ ഭൂപതി ഭൂതി വിഭൂഷണ സംമിതൻ നിജ. ഹരേ കൃഷ്ണ. ഭുജഗ കുലരിപു മണിരഥധ്വജൻ മാധവൻ. ആരാ മാധവൻ? മാധവൻ കൃഷ്ണൻ. ഞാൻ രാമസേവകനാണ്, അവൻ കൃഷ്ണനാണ് എന്നറിയ. കൃഷ്ണനാണ് എന്നെ ഇവിടെ പറഞ്ഞയച്ചിരിക്കുന്നത്. രാവണ, നിനക്ക് ചില ഉപദേശങ്ങൾ തരാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എന്താണ് ഉപദേശങ്ങള്? ഉണ്ടോ അവിടെ? രാവണ ഉപദേശത്തിലോട്ട് നമ്മൾ പോവുകയാണ്. അതേ നമ്മൾ ലാസ്റ്റ് രാവണോപദേശം. പ്രകൃതി ഗുണപരവശതയാ പ്രകൃതി ഗുണപരവശതയാബദ്ധനായി വരും പ്രാണദേഹങ്ങളാത്മാവല്ലറികടോ അമൃതമയന ജലമലനദ്വയൻ അവ്യയനാനന്ദ പൂർണനേകൻ പരൻ കേവലൻ നിരൂപമനമേയൻ അവ്യക്തൻ നിരാകുലൻ നിർഗുണൻ നിഷ്കളൻ നിർമ്മമൻ നിർമ്മലൻ നിഗമപര നിലയനൻ അനന്തനാദ്യൻ വിഭു നിത്യൻ നിരാകാരനാത്മാ പരബ്രഹ്മം വിധി ഹരിഹരാദികൾക്കും തിരിയാതവൻ വേദാന്ത വേദ്യനവേദ്യനജ്ഞാനിനാം സകല ജഗതിതമറിക മായാമയം പ്രഭോ സച്ചിന്മയം സത്യബോധം സനാതനം ജഡമഖില ജഗതിതമനിത്യമറിക നീ ജന്മജരാ മരണാദി ദുഃഖാന്വിതം അറിവതിനു പണി പരമ പുരുഷമറിമായങ്ങൾ ആത്മാനമാത്മന കണ്ടു തെളിക നീ പരമഗതി വരുവതിനു പരമൊരുപദേശവും പാർത്തു കേട്ടിടു ചൊല്ലിത്തരുന്നുണ്ടു ഞാൻ അനവരതമക തളിരില അമിത ഹരിഭക്തി കൊണ്ട് ആത്മവിശുദ്ധി വരുമെന്നു നിർണയം അകമലരും വളവതി വിശുദ്ധമായാശു തത്വജ്ഞാനവും ഉദിക്കും ദൃഢം വിമലതര മനസി ഭഗവത് തത്വ വിജ്ഞാന വിശ്വാസ കേവലാനന്ദാനുഭൂതിയാൽ രജനിചര വനദഹന മന്ത്രാക്ഷരദ്വയം രാമ രാമേതി സദൈവ ജപിക്കയും രതിസപദിനി ജഹൃതി വിഹായ നിത്യം മുതാ രാമപദ ധ്യാനമുള്ളിലുറയ്ക്കയും അറിവു ചെറുതക തളിരിലൊരു പുരുഷനുണ്ടെങ്കിൽ ആഹന്ത വേണ്ടുന്നതാകയാലാശു നീ ഭജ ഭവ ഭയാവഹം ഭക്തലോകപ്രിയം ഭാനുകോടിപ്രഭം വിഷ്ണുപദാംബുജം മധുമദന ചരണ സരസിജ യുഗളമാശു നീ മൗഢ്യം കളഞ്ഞു ഭജിച്ചു കൊണ്ടിടടോ കുസൃതികളുമിനി മനസ്സി കനിവൊടു കളഞ്ഞു വൈകുണ്ഠലോകം ഗമിപ്പാൻ വഴി നോക്കു നീ പരതന കളത്ര മോഹേന നിത്യം വൃഥാ പാപമാർജിച്ചു കീഴ്പോട്ടു വീണിടൊല നളിനദല നയനമഖിലേശ്വരം മാധവം നാരായണം ശരണാഗതവത്സലം പരമപുരുഷം പരമാത്മാനമദ്വയം ഭക്തി വിശ്വാസേന സേവിക്കു സന്തതം ശരണമിതി ചരണകമലേ പതിച്ചിടടോ ശത്രുഭാവത്തെ ത്യജിച്ചു സന്തുഷ്ടനായി
കലുഷമനവധി തടിതി ചെയ്തിരുന്നാകിലും കാരുണ്യം ഇവണ്ണമില്ല മറ്റാർക്കുമേ. രഘുപതിയെ മനസ്സിൽ കരുതുകിലവന്നു ഭൂതലേ, രണ്ടാമതുണ്ടാകയില്ല ജന്മം സഖേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. നമുക്ക് വളരെ മനോഹരമായിട്ടാണ്, വളരെ എളിമയോടെയാണ് ഹനുമാൻ രാവണനെ ഉപദേശിക്കുന്നത്. ആദ്യം ഞാൻ ആരാണെന്ന് പറഞ്ഞു കൊടുത്തു, പിന്നെ പറയുകയാണ്, രാവണ നിനക്ക് ഞാൻ ചില ഉപദേശങ്ങൾ തരാം, നീ ശ്രദ്ധയോടെ കേൾക്കണമെന്ന് പറഞ്ഞിട്ട് നിന്റെ ഈ കുസൃതി നോക്ക്, വളരെ സുന്ദരമായിട്ടാണ് പറഞ്ഞത്, നിന്റെ ഈ കുസൃതി അങ്ങ് നിർത്തിയേക്കാൻ പറഞ്ഞു. ശ്രീരാമചന്ദ്ര പ്രഭുവിനെ സംബന്ധിച്ചിടത്തോളം നീ കാണിച്ചിരിക്കുന്നത് ഒരു കുസൃതിയായിട്ട് എടുക്കത്തുള്ളൂ. എന്നിട്ട് ശരണാഗതി നേടുക പറഞ്ഞിരിക്കുന്നതാണ്, നാരായണം നാരായണം ശരണാഗതവത്സരം പരമപുരുഷം പരമാത്മാനമദ്വയം ഭക്തി വിശ്വാസേന സേവിക്ക സന്തതം. വിശ്വാസത്തോടെ ഭക്തിയോടെ നീ ശ്രീരാമചന്ദ്ര പ്രഭുവിനെ സേവിക്കണം. വീണ്ടും പറയാണ്, കാരുണ്യമീ വണ്ണമില്ല മറ്റാർക്കുമേ, കലുഷമാൻ അവധി തടുതി ചെയ്തിനെന്നാകിലും. നീ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും, നമ്മൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ശ്രീരാമചന്ദ്ര പ്രഭുവിനോളം കാരുണ്യമുള്ള വ്യക്തി ഈ ലോകത്ത് വേറെ ആർക്കുമില്ല. അതുകൊണ്ടാണ് ഭഗവാനെ കരുണാകരൻ എന്ന് വിളിക്കുന്നത്. ദീനബന്ധോ ജഗത്പദേ, ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. അത്രയും കാരുണ്യമുള്ള ഈ ലോകത്ത് വേറെ ഒരാളുമില്ല. പരമകാരുണ്യവാനായ ആ ഭഗവാനെ നീ മനസ്സിൽ കാണുക, വിശ്വസിക്കുക, ഭക്തിയോടെ ശരണാഗതി നേടുക. എന്നാൽ നിനക്ക് എന്ത് കിട്ടും? രഘുപതിയെ മനസ്സി കരുതീലവന് ഭൂതലേ, രണ്ടാമതുണ്ടാകയില്ല ജന്മം സഖേ. കൂട്ടുകാരാ വിളിച്ചാണ്, വളരെ മനോഹരമായിട്ട് പറയാം, കൂട്ടുകാരാ ഞാൻ നിനക്ക് ഉപദേശിക്കുകയാണ്, ശ്രീരാമചന്ദ്ര പ്രഭുവിനെ നീ സ്മരിച്ച് ശരണാഗതി നേടിക്കഴിഞ്ഞാൽ നിനക്ക് ഇനി ഒരു രണ്ടാമതൊരു ജന്മം നിനക്ക് കിട്ടത്തില്ല, നിനക്കൊരു ജന്മസാഫല്യം കിട്ടും. അങ്ങനെ വളരെ മനോഹരമായിട്ട് ആ ഒരു ദൂത്, ഒരു മെസ്സേജ്, എന്താണോ ഒരു മെസ്സഞ്ചർ ചെയ്യേണ്ടത് അത് കൃത്യമായിട്ട്, ഭംഗിയായിട്ട്, സരളമായിട്ട്, അതോടൊപ്പം തന്നെ തന്റെ ശക്തിയും കാണിച്ചിട്ടാണ് ഹനുമാൻ ദേവൻ തിരിച്ചു വരുന്നത്. ഇതായിരിക്കണം ഭഗവാന്റെ ഭക്തനായ ഓരോരുത്തരും. ശ്രീല പ്രഭുപാദും അത് തന്നെയാണ് ചെയ്തത്. തന്റെ 69ാമത്തെ വയസ്സിൽ ആ ദുർബല ശരീരം കൊണ്ട് ചെന്നിട്ട് വളരെ സരളമായി എന്നാൽ കൃത്യമായിട്ട് ഭഗവത് സന്ദേശം കൊടുത്ത് ശക്തിമത്തായ ശിഷ്യന്മാരോടൊപ്പമാണ് ഇന്ത്യയിലേക്ക് വന്നത്. അത്ര അഭേദ്യമായ ബന്ധമാണ് രാമായണവും ഭാഗവതവും ഭഗവത്ഗീതയും ഉള്ളത്. ഇതൊക്കെ നമ്മൾ വായിച്ചു കഴിയുമ്പോൾ ഹരേ കൃഷ്ണ, ഒബ്ജക്ഷൻ യുവർ ഓണർ ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഹരേ കൃഷ്ണ. ജയപ്രകാശ് പ്രഭു പറഞ്ഞോളൂ. ഇന്ന് ആദ്യമേ ജയപ്രകാശ് കൃഷ്ണ പ്രഭു. എല്ലാം മങ്ങിയെ പോകുന്നു പ്രഭു. എന്നാലും കുറച്ചൊരു ലിങ്ക്, കണക്ടിങ് ലിങ്ക് വിട്ടുവെന്ന് എനിക്കൊരു സംശയം. കണക്ടിങ് ലിങ്ക് എവിടെയാണ് തോന്നിയത് കൃഷ്ണ? ഒരു ഫ്ലോയിൽ എന്തോ കുറെയൊക്കെ ഒന്ന് എന്തോ ഇനി ഞാൻ എന്റെ അറ്റൻഷൻ പ്രോബ്ലം ആയിരിക്കാം. ഉണ്ടായിരിക്കാം. ഹരേ കൃഷ്ണ. ഞാനല്ലല്ലോ, ഉണ്ടായിരിക്കാം. പക്ഷെ എന്തെങ്കിലും ആ ശ്രീരാമചന്ദ്ര പ്രഭുവിനെ നമ്മൾ സ്മരിക്കുമ്പോൾ ഇത്രയും നാള് കുറേ ഭാഗങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് എടുത്ത് ചാടിയാണ് പോയത്. അതാ അതുകൊണ്ടാകാം ഫാസ്റ്റ് ആയിട്ട് പ്രഭു കുറച്ച് പോയി. ഇത് എനിക്കൊന്ന് ഒരു 5-6 ആഴ്ച കൊണ്ടുപോകുന്നതായിരിക്കും ബെസ്റ്റ്. യെസ്, 8 മണിക്ക് തീരത്തില്ല അല്ലെങ്കിൽ. അപ്പൊ നേരെ സുന്ദരകാന്ഡത്തിലേക്ക് എത്തുമ്പോൾ ഹനുമാൻ ദേവനും ലക്ഷ്മി ദേവിയും കണ്ട കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞില്ല. സീതാദേവി ഒന്നും കാര്യം കണ്ടില്ല. അത് ജസ്റ്റ് ചെറുതായിട്ട് നമ്മൾ സംസാരിച്ചു, അപ്പുറത്തോട്ട് പിന്നെ ചാടിപ്പോയി. നേരെ വീണ്ടും നമ്മൾ രാമായണ മാസം കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടെ ആ ഭാഗങ്ങളിലേക്ക് പോകാം. ഹരേ കൃഷ്ണ. നമ്മള് നേരെ അടുത്തത് വരുന്നു. സ്വാതി എന്തായാലും തിരക്കിനിടയ്ക്കും 2 ചെറിയ കുഞ്ഞുണ്ട്,
ആ കുഞ്ഞിന്റെ കരച്ചിലിനിടയ്ക്കാണ് വായിച്ചത്. നമ്മുടെ കുടുംബാംഗം നന്നായി തന്നെയാണ്, വായിച്ചു സ്വാതി. നമ്മുടെ കുടുംബാംഗം തന്നെയാണ് ഹരേ സ്വാതി. കൃഷ്ണ. ബന്ധങ്ങൾ ഒരുപാട് പറയാനുണ്ടെങ്കിലും ഏറ്റവും എടുത്ത് ലാസ്റ്റിൽ പറയാം, എൻ്റെ ഗുരുവിൻ്റെ മകളാണ്. എന്നെ കുഞ്ഞുനാളിൽ എൻ്റെ തോളിൽ കൊണ്ടു നടന്ന ആളുടെ മകളാണ്. ഹരേ കൃഷ്ണ. തിരിച്ചു പറയാം. ഹരേ കൃഷ്ണ. രാമായണം നല്ല രീതിയിൽ വായിക്കുന്നത് കുറച്ച് കാലത്തിന് ശേഷം ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. സത്യം. അതിന് വളരെയേറെ നന്ദിയുണ്ട്. എത്ര പറഞ്ഞാലും പറയാതിരിക്കാൻ പറ്റില്ല. വളരെ കാവ്യാത്മകമായിരുന്നു ഇന്നത്തെ ക്ലാസ്. മാതാജി അതിനിടയില്, ശില്പമാതാജി അതിനിടയില് നല്ലോണം പാടി. അപ്പൊ ഈ എല്ലാവരും അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ ഒരുപാട് നന്നാവേ. ഈ രാമായണം ഇങ്ങനെ പറയുന്നത് കുറച്ചു കാലത്തിന് ശേഷം ആദ്യമായിട്ടാണ്. മറ്റു ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്, പക്ഷെ ഇത് സ്പെഷ്യലാണ്. ഈണവും നല്ലതായിട്ടുണ്ടായിരുന്നു. പിന്നെ സ്ഫുടതയോടെ അത് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ്. അതെ, കാര്യം ജയപ്രകാശ് പ്രഭു പറഞ്ഞതിന്റെ കൂട്ട് ഞാൻ മാത്രമായി കഴിഞ്ഞാല് ഇത് കുറച്ചും കൂടെ ലാഹിങ് ഉണ്ടായേനെ. ഒരു എന്താ പറഞ്ഞേ, നമ്മുടെ ആ ഒരു ചിരട്ടയിൽ കുറച്ച് ശബ്ദവും കാര്യങ്ങളൊക്കെ ഇത്തിരി മധുരം വേണ്ടേ ഇടയ്ക്ക്. ഞാൻ പറഞ്ഞത് ഇന്ന് കുറച്ച് ഫാസ്റ്റ് ആയി, കാരണം ആ ലിങ്ക് വിട്ടുപോയ മാതിരി തോന്നി. തീർച്ചയായിട്ടും. അല്ല, ഞാനല്ല പറഞ്ഞത്. അപ്പം അങ്ങനെ വരുമ്പം വളരെ അഷ്ടപതി നല്ലോണം പാടും കേട്ടോ. അതൊക്കെ പിന്നൊരിക്കലാവട്ടെ. അഷ്ടപതി ഞാൻ പറഞ്ഞിട്ടുണ്ട്. സഹോദരിയാണ്, ഞാനല്ല. അനിയത്തി ഉണ്ട്. അതെ, അതൊക്കെ നമുക്ക് ഒരിക്കലും കാണാം. പിന്നെ വരുമ്പം സുരേഷ് ഗോപി പ്രഭു അവർകള് എന്ത് പറയും? ഹരേ കൃഷ്ണ. എന്താണ് പറയാൻ വാക്കുകളില്ല പ്രഭു. എന്താണ്, കർണത്തിന് ഒരുപാട് ആനന്ദം തോന്നി രാമായണം ഇങ്ങനെ വായിച്ചു കേട്ടപ്പോ. അതായത് വായിക്കാത്തവർക്ക് പോലും അതിന്റെ അർത്ഥം ശരിക്കും മനസ്സിലാകുന്ന രീതിയിൽ വായിച്ചു പോയി. അത് വളരെ എന്താ പറയാ, അതിന് പറയാൻ വാക്കുകളില്ല. ഹരേ കൃഷ്ണ. അപ്പം ശ്രീരാമചന്ദ്ര പ്രഭുവിനെ സ്മരിക്കുന്നതും കീർത്തിക്കുന്നതുമാണ് ഏറ്റവും സുഖം. അതായത് ഭഗവാന്റെ സ്തുതികളാണ്. നോക്കൂ, ഭാഗവതം എടുത്തു കഴിഞ്ഞാലും സ്തുതിയാണ്, ഭഗവത്ഗീതയിലും സ്തുതിയുണ്ട്. ഭഗവത്ഗീതയിലെ സ്തുതി ഏതാണ്? ഭഗവത്ഗീതയിലെ സ്തുതി ഏതാണ്? ഒരു സ്തുതി, ഭഗവത്ഗീതയിലെ സ്തുതി. അർജുനൻ പറയുന്നുണ്ട്. യെസ്, അതെ. 108, 109, 110, 111. ഭഗവത്ഗീതയുടെ ഗീതയില് ഒന്ന് പറഞ്ഞ് ഏതായിരുന്നു ആ സ്തുതി? 108, 109, 110, 111 ഒക്കെയാണ്. 10-ാം അധ്യായത്തിൽ 8-ാമത്തെ ശ്ലോകം. ഏതാണത്? ഒരു പ്രധാനപ്പെട്ട സ്തുതി 11-ാമത്തെ അധ്യായം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരം. 11 പരം ബ്രഹ്മ അത് തന്നെ 10-ലെ അധ്യായം. 10-ല് ഏത് നമ്മുടെ ചതുശ്ലോകം കഴിഞ്ഞിട്ട് പറഞ്ഞത് കറക്റ്റാ. 10-ല് 8, 9, 10 കഴിഞ്ഞിട്ട് 8, 9, 10 കഴിഞ്ഞിട്ടാണ് 11-ാമത്തെ ശ്ലോകം. അതെ, പരം ബ്രഹ്മ പരം ധാമ. അർജുന ഉവാച പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം മാതി ദേവ മജം വിഭു അഗുസ്ത്വാം ഋഷയ സർവേ ദേവർഷി നാരദ തഥാ അസിതോ ദേവലോ വ്യാസഃ സ്വയം ചൈവ ബ്രവീഷിമേ. അർജുനൻ പറയുന്നത് അതൊക്കെ ഉള്ളെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അർജുനൻ പറഞ്ഞു, അങ്ങ് പരമദിവ്യോത്തമ പുരുഷനാണ്. പരമമായ ധാമവും പവിത്രമായതും നിരപേക്ഷ തത്വവും ഭവാൻ തന്നെ. സനാതനനും അഭൗതികനും ആദിപുരുഷനും അജനും മഹാനുമാണ്. അങ്ങന്ന് ദേവർഷിയായ നാരദനും അസിതൻ, ദേവലൻ, വ്യാസൻ മുതലായ എല്ലാ ഋഷികളും
ഊന്നി പറയും. ഇപ്പോൾ അങ്ങ് സ്വയം എന്നോട് ഇത് വ്യക്തമായി പറയുകയും ചെയ്യും. അർജുനൻ അവിടെ ഒരു സാക്ഷ്യം, അനുഭവ സാക്ഷ്യമാണ് പറയുന്നത്. ഇത്രയും വ്യക്തികൾ പറയുന്നു, എനിക്ക് തോന്നുന്നു ഭഗവാൻ തന്നെ അതും പറയുന്നു. ത്രേതായുഗത്തിൽ വാൽമീകി മഹർഷിയും പറഞ്ഞത് അത് തന്നെ. അല്ല, അത് പ്രഭു, എനിക്കൊരു ചെറിയൊരു സംശയമുണ്ട്. ഈ ത്രേതായുഗത്തില് ഇതിലും കൃഷ്ണനെ ആണല്ലോ പറയുന്നത്. ഇപ്പൊ ഈ ശ്ലോകം കേട്ടെടുത്തോളം അതിനുശേഷമല്ലേ കൃഷ്ണൻ വരുന്നത്? അതെ അതെ അതെ. ഇതപ്പോ കഴിഞ്ഞ 4 യുഗങ്ങളിൽ നിന്നുള്ള ഇൻഫർമേഷൻ വെച്ച് എഴുതിയതാണ്. അതെ, അങ്ങനെ ആവണമല്ലോ. അതെ, അനുഭവ സാക്ഷ്യമാണത്. അതെ, അല്ലാതെ കൃഷ്ണൻ വന്നിട്ടില്ലല്ലോ. ഇല്ല. അതാ അവിടെ നമുക്ക് വേണ്ടിയിട്ട് വാൽമീകി മഹർഷി അവിടെ സ്ഥാപിച്ചെടുക്കുന്നതാണ്. ഇത് ആരാണെന്ന് നിനക്ക് അറിയാമോ എന്നുള്ളത്. നമ്മള് എന്താണ് ജപിക്കേണ്ടത്? വാസുദേവ സർവമിതി. ആ ഒരു അറിവിലാണ് നമ്മൾ എത്തേണ്ടത്. ആ അറിവിൽ നമ്മൾ എത്തിയില്ലെങ്കിൽ വാസുദേവ സർവമിതി, വാസുദേവനാണ് സർവ്വതിന്റെയും കാരണം എന്ന് എത്തണമെന്ന് വാൽമീകി മഹർഷി വളരെ കൃത്യമായിട്ട് പറയുകയാണ്. അവിടെ കൃഷ്ണേതി ജപിച്ചിൽ ഒരിക്കൽ, അങ്ങനെയാണല്ലോ പറയുന്നത്. അപ്പം ചുരുക്കി പറയാൻ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ജന്മം നമ്മൾ തന്നിരിക്കുന്നത് ഭഗവാനെ വിളിക്കാനുള്ള ജന്മം. അല്ലെങ്കിൽ വീണ്ടും 100,000 ഈച്ച ചത്തൊരു പൂച്ചയായിടുന്നു, പൂച്ച ചത്തൊരു ഓരിയായി പോകുന്നു. പിന്നെന്താ പറയുന്നത്? പൂന്താനം അടുത്ത വരി. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. ശിവമാതായി അറിയാമോ? നോക്കേണ്ടി വരും പ്രഭു. എനിക്ക് അറിയാം, പക്ഷെ എത്ര ജന്മം പ്രയാസപ്പെട്ടിക്കാലം അത്ര വന്നു പിറന്നു സുഹൃതത്താൽ. അത്ര വന്നു പിറന്നു സുഹൃതത്താൽ. ഈ ഭാരതഭൂമിയിൽ സുഹൃതം കൊണ്ടാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് ഓർമ്മിക്കുകയാണ് എത്ര ജന്മം മലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മം ജലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മങ്ങൾ മണ്ണിൽ കഴിഞ്ഞതും എത്ര ജന്മം മരങ്ങളായി നിന്നതും. കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഗുരുനാഥൻ തുണ ചെയ്ക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിടുവാൻ. ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല, ഇന്നി കണ്ട തടിക്കു വിനാശവും ഇന്ന നേരം എന്നെത്തും അറിഞ്ഞില്ല. കണ്ടെന്നിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ആ ഭാഗം വരുന്ന എനിക്ക് തോന്നുന്നു സുരന്മാരായിരുന്നു. എത്ര ജന്മം പ്രയാസപ്പെട്ടിക്കാലം വന്നു പിറന്നു സുഹൃത്തു. എത്ര ജന്മം മലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മം കഴിഞ്ഞതും എത്ര ജന്മങ്ങൾ മണ്ണിൽ കഴിഞ്ഞതും എത്ര ജന്മം മരങ്ങളായി നിന്നതും ജന്മം അരിച്ചു നടന്നതും എത്ര ജന്മം പറന്നു നടന്നതും എത്ര ജന്മം മൃഗങ്ങൾ പശുക്കളായി മർത്യജന്മത്തിൽ മുമ്പേ കഴിച്ച നാം. എത്ര പണിപ്പെട്ടിങ്ങു മാതാവിൻ ഗർഭപാത്രത്തിൽ വീണതറിഞ്ഞാലും. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ
അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരി. ഇവിടെ രാമായണമാണെങ്കിലും ഭാഗവതമാണെങ്കിലും മഹാഭാരതമാണെങ്കിലും ഒന്നേ ഒറ്റ മെസ്സേജേ ഉള്ളൂ, നമുക്ക് വിളിക്കാൻ ഒരേ ഒരാളേ ഉള്ളൂ. ഇതിനെല്ലാം മറ്റുള്ളവർ കളിയാക്കുന്നത് പോലെ നമ്മള് ബഹുദൈവ വിശ്വാസകരല്ല, നമ്മള് ഏകദൈവ വിശ്വാസിയാണ്. നമ്മൾ ദൈവം എന്ന് പറയുന്നത്, ഭഗവാൻ എന്ന് പറയുന്നത് ഒരേ ഒരാളേ ഉള്ളൂ. ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതി സർവകാല. ബാക്കിയെല്ലാം ഭഗവാന്റെ വ്യക്തിപ്രഭാവങ്ങളാണ്. ഓരോ തലത്തിലും ഓരോ സമയത്തും ഭഗവാൻ അതിൻ്റെതായ റോൾ എടുത്തുകൊണ്ട് മുന്നോട്ട് വന്നതാണ്. ഈ ഒരു ക്ലിയർ മെസ്സേജ് നമുക്ക് കിട്ടുമ്പോൾ മറ്റുള്ളവർക്ക് കൃത്യമായിട്ട് അവർക്കും മറുപടി കൊടുക്കാൻ നമ്മൾ പ്രാപ്തരാകും. പക്ഷേ ശരിയായ ഒരു ഗുരുവിന്റെ പേരിൽ ഒരു ആത്മീയ വിദ്യാഭ്യാസം എടുക്കാതെ പോകുമ്പോഴാണ് മറ്റുള്ളവർ ചോദിക്കുന്നതിനുള്ള അറിവ് അല്ലെങ്കിൽ ഉത്തരം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാതെ വരുന്നതും നമ്മൾ ലജ്ജിതരായിട്ട് തിരിച്ചു പോകും. സൂര്യൻ ഒന്നേ ഉള്ളൂ, ചന്ദ്രൻ ഒന്നേ ഉള്ളൂ, അച്ഛൻ ഒന്നേ. ആ അച്ഛൻ അഹം സർവസ്യ പ്രഭുവു മത്തക സർവം പ്രവർത്തതേ പിതാഹമസ്യ ജഗതോ മാതാ താതാ പിതാമഹ വേദ്യം പവിത്രമോങ്കാരം യജുർസാമ ഏവച. ഹരേ കൃഷ്ണ പ്രഭു. സുധീർ പ്രഭു ഹരേ കൃഷ്ണ. എന്തെങ്കിലും പറയാനുണ്ടോ? ഹരേ കൃഷ്ണ പ്രഭു, സുധീർ പ്രഭു. നമ്മള് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാണ്. സുധീർ പ്രഭു ഹരേ കൃഷ്ണ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഇച്ചിരി നേരത്തെ കഴിച്ചു, അതിനാണ് ഞാൻ ഓടിപ്പോയത്. ഹരേ കൃഷ്ണ. അല്ലെങ്കിൽ രാമായണം തീരത്തില്ല. അനഫി എന്ത് പറയുന്നു? ഹരേ കൃഷ്ണ, എന്താ അഭിപ്രായം? ഹരേ കൃഷ്ണ. നല്ല അഭിപ്രായം. ഹരേ കൃഷ്ണ. രാജീവ് പ്രഭുവിന് വരുന്നതിന് മുമ്പിട്ട്, രാജീവ് പ്രഭു ഇല്ലേ? ഓക്കെ, രാജീവ് പ്രഭു എത്തിയില്ലേ അവിടെ? അച്ഛൻ കുളിക്കാൻ പോയി, വരുന്നതിന് മുമ്പിട്ട് ഇന്ന് ജയപ്രകാശ് പ്രഭു ബിപിൻ പ്രഭുവിനെ വിട്ടുകൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് നേരത്തെ എനിക്ക് ഇൻഫർമേഷൻ തന്നത്. എല്ലാം ജയപ്രകാശ് പ്രഭു പറഞ്ഞതിന്റെ കൂട്ട് തന്നെ ഇനിയും ആവർത്തിക്കാതിരിക്കുക. ബിപിൻ പ്രഭു പറഞ്ഞോളൂ പ്രഭു. എന്നാലും പ്രത്യേകിച്ചൊന്നുമില്ല പ്രഭു. ടീഷർട്ട് തരുന്നത് വരെ ഞാൻ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വളരെ സന്തോഷം. നിവേദ് ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പറഞ്ഞോളൂ നിവേദ്. കുറെ നാളായി. ഇവിടെ എല്ലാം സുഖമായിട്ടിരിക്കുന്നു. എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. ഹരേ കൃഷ്ണ. ചന്ദന ഹരേ കൃഷ്ണ. രാമായണ പാരായണം വളരെ നല്ലതായിരുന്നു. ഹരേ കൃഷ്ണ. ഓക്കെ ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പറഞ്ഞോളൂ ആശമാതാജി. ഹരേ കൃഷ്ണ. രാമായണ പാരായണം വളരെ സുഖമായിട്ട് നമ്മൾ വായിക്കുന്ന കേട്ട് ഇങ്ങനെ ഇരുന്ന് കേൾക്കുമ്പം നമുക്ക് പല അർത്ഥങ്ങളും ഉണ്ടാവും. ഇതെല്ലാം നമ്മളെ ഭഗവാന്റെ അടുത്തേക്ക് നമ്മൾ നയിക്കണം. ഇല്ലെങ്കിൽ വർഷത്തില് കർക്കിടക മാസത്തിൽ രാമായണം വായിക്കും, അടച്ചു വെക്കും. പിന്നെ ആ രാമായണത്തിനകത്ത് ഒന്നുമില്ല. ഒരു പക്ഷെ പഴയ വീടുകളാണെങ്കിൽ ചില പേപ്പറുകൾ ചെതറുകളൊക്കെ അരിച്ചു പോകണം. അങ്ങനെയാണ് സാധാരണഗതിയിൽ രാമായണം പൊടിഞ്ഞു പോകുന്നത്. കാര്യം ഒരു വർഷത്തേക്ക് പിന്നെ എടുക്കാറില്ല, അതങ്ങനെ വെച്ചിരിക്കും. പിന്നെ അഥവാ എവിടെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ പണ്ടുള്ളവരുണ്ടെങ്കിൽ കെട്ടി വായിക്കുമ്പോൾ എടുത്തൊന്ന് വായിച്ചു നോക്കിയേക്കാന്ന് വിചാരിച്ചു. ഇതല്ലാതെ വേറൊന്നുമില്ല. ഇതൊരു ഭക്തിയല്ല. വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു, ഇത് ഭക്തിയല്ല. ശരണാഗതി ലക്ഷ്മണനോട് ഭഗവാൻ ഉപദേശിച്ച മാതിരി പൂജാവിധികൾ നമ്മൾ ഓരോരുത്തരും എല്ലാ ദിവസവും വീട്ടിൽ 3 സന്ധ്യകളിലും ചെയ്യണമെന്ന് പറഞ്ഞ് 2 സന്ധ്യകളിലെങ്കിലും നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ. യാതൊരു സംശയമില്ല കാര്യം.
24 മണിക്കൂർ ഭഗവാൻ സുഖമായിട്ട് നമുക്ക് തന്നതില് രാവിലെയും വൈകിട്ടുമെങ്കിലും ഭഗവാന് ഒരു ആപ്പിൾ കഷ്ണമെങ്കിലും കൊടുത്ത് നിലവിളക്ക് കൊളുത്തി ഭഗവാനെ നമ്മൾ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ അത്രയെങ്കിലും ചെയ്യണം. വേറൊന്നും ചെയ്യണ്ട. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് കൊളുത്തി നമ്മുടെ ഈ ധൃതി പിടിച്ച ദിവസങ്ങളിൽ അല്ലെങ്കിൽ നിമിഷങ്ങളിൽ വേറൊന്നും ചെയ്യണ്ട. കുളിച്ച് ഭഗവാന്റെ മുന്നിൽ വിളക്ക് കൊളുത്തി ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലി ഭഗവത്ഗീതയിലെയും ഭാഗവത്തിലെ ഒരു ശ്ലോകമെങ്കിലും നമ്മൾ, ഒരു ആപ്പിൾ കഷ്ണമെങ്കിലും നമ്മൾ കൊടുത്ത് ഒരു പസേലയും വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ ഇതിൽ പരം സന്തോഷം വേറൊന്നുമില്ല. അപ്പം ഇടയ്ക്ക് ഇന്നലെ അതും കൂടെ പറഞ്ഞു. സുശീം പ്രഭു പറഞ്ഞല്ലോ. സുശീം പ്രഭു പറഞ്ഞില്ലല്ലോ? ഞാൻ പറഞ്ഞല്ലോ, വളരെ നല്ലതായിരുന്നു, കാവ്യാത്മകമായിരുന്നു. ഇപ്പോഴാണ് അതിന്റെ ഒരു രാമായണത്തിന്റെ ഒക്കെ ഒരു ഭംഗി നമുക്ക് ഇങ്ങനെ വായിച്ചു കേട്ടാലേ അത് ശരിയാവും. അത് ഇപ്പോഴാണ് മനസ്സിലായത്. അല്ല, ക്ഷേത്രങ്ങളിലൊക്കെ വായിക്കുന്നുണ്ട് നല്ലവണ്ണം, പക്ഷെ നമ്മളത് പണ്ടൊക്കെ കേട്ടു, ഇപ്പൊ കേൾക്കുക അങ്ങനെയൊന്നുമില്ല. ഇതൊരു റയർ സത്യം. ഇന്ന് സത്യം കൊള്ളാം, നല്ലതായിരുന്നു, വളരെ എൻജോയ് ചെയ്ത്. അതാണ് സത്യം. നമ്മളത് കേട്ടോണ്ടിരിക്കും. വളരെ സന്തോഷം, വളരെ സന്തോഷം. രാമായണത്തിൽ കൃഷ്ണന്റെ കാര്യം അങ്ങനെ പറയാൻ ഞാൻ അത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എനിക്ക് രാമായണം വലിയ പിടിയില്ല. ഞാനത് എനിക്ക് സ്ട്രൈക്ക് ചെയ്തു. ഞാനത് ആലോചിക്കായിരുന്നു. അപ്പൊ രാമായണം കൃഷ്ണന് മുമ്പേ ആണ്. അതെ. അപ്പം അതങ്ങോട്ട് ഈ ഒരു 4 യുഗത്തിൽ വെച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റൂല. രണ്ട് വഴിയാണ്. രണ്ട് വഴിയാണ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഈ പറഞ്ഞതിന്റെ സുശീപ്രഭു പറഞ്ഞതിന്റെ കൂട്ട് യുഗങ്ങൾ ഇങ്ങനെ ാണ് ആ ഒരു അറിവ്. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഋഷിവര്യന്മാർക്ക് കൃത്യമായിട്ട് അറിയാം ഇത് ആരാണ്, അല്ലെങ്കിൽ ആരാണ് ഇത് വരുന്നതെന്നുള്ളത്. ദശാവതാര സ്തോത്രത്തിന് ലാസ്റ്റിൽ പറഞ്ഞിരിക്കുന്നുണ്ടല്ലോ, കൃഷ്ണ അവതാരി എന്ന് പറയുന്നതിന്റെ കൂട്ട്. അതുപോലെ തന്നെ ഗർഗഭാഗവതം വായിക്കുമ്പം ഗർഗമഹർഷി പോയി പറയുമല്ലോ, എന്നിട്ട് ഗർഗമഹർഷിയാണല്ലോ പേരിടുന്നത്, കൃഷ്ണ എന്ന് പേരിടണമെന്ന് പറയുന്നത്. അതെല്ലാം ദ്വാപരയുഗത്തിലല്ലേ പ്രഭു? അതെ അതെ അതെ. അതായത് ഞാൻ പറഞ്ഞു വന്നത്, അതെ, ഇവർക്കെല്ലാവർക്കും ജ്ഞാനദൃഷ്ടി ഉണ്ടായിരുന്നു. അങ്ങനെ ആവാം. അല്ലെങ്കിൽ 4 യുഗം നേരത്തെ ഉണ്ടായിരുന്നു. ആ യുഗത്തിന്റെ എക്സ്പീരിമെന്റ്സ് ഇതെല്ലാം വരും. ചുരുക്കം പറയാൻ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ചുരുക്കം പറയാൻ, ഇവരെല്ലാരും പറഞ്ഞു ഹരേ കൃഷ്ണമായി, ഇവരെല്ലാരും പറഞ്ഞു ഒരേ ഒരു കാര്യം, ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണ കാരണം. ഇവരെല്ലാം പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ്, വിഷ്ണു സ്മരണം. പിന്നെ എവിടെയാണ് നമ്മുടെ ഭക്തി മാറിപ്പോയെന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ. ഈ 3 ഗ്രന്ഥങ്ങൾ നമ്മുടെ എല്ലാവർക്കും ഉള്ളതല്ലെന്നും ഭഗവാൻ പറയുന്നുണ്ടല്ലോ. അതെ, എന്താ പ്രശ്നം? സത്യം സത്യം സത്യം. അതെല്ലാവർക്കും ഉള്ളതല്ലെന്നും എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞേ നീ എന്നിൽ എത്തുമെന്നും പറയുമ്പോ പിന്നെ അതിനകത്ത് ഇത്ര പ്രശ്നം എന്താ? സത്യം സത്യം. അതും ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഓൾറെഡി. തീർച്ചയായിട്ടും. എല്ലാവരും വേണമെന്നൊന്നുമില്ലല്ലോ. അപ്പോൾ ഉത്തരം നമ്മളൊക്കെ വളരെ ആക്സിഡന്റലി വന്നവരായിരിക്കണല്ലോ ഈ ഇരിക്കുന്ന എല്ലാവരും. അതെ. ആരും ഇത് ഇങ്ങനെ ഒരു സർവത്ര ഇങ്ങനെ നടക്കല്ലോ, ഇങ്ങനെ കിട്ടുന്നില്ലല്ലോ. ആളുകൾ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മൾ വന്ന് പെട്ടതല്ലേ ഇതിനകത്ത്. വരാനുള്ള കാരണമുണ്ട്. ആ കാരണം കൊണ്ട് വന്നേ ഉള്ളൂ. ഏതോ ജന്മത്തിൽ ചെയ്ത സുഹൃതക്ഷയം കൊണ്ട് അങ്ങനെ വരാൻ വഴിയുള്ളൂ. അല്ലാതെ സുഹൃക്ഷയമല്ല, സുഹൃതം കൊണ്ട് ഇവിടെ എത്തുന്നുണ്ട്. അതൊരു സത്യം. ആമി പോയോ? യുവംബറു ഭക്ഷണം കഴിക്കാൻ പോയി. ഇല്ല, ആമി രക്ഷപ്പെട്ടു പോയി. അപ്പൊ നമ്മള് വൈൻഡപ്പ് ചെയ്യുന്നത്. അനവി ഒരു പാട്ട് പാടാമോ? രാജീവ് പ്രഭു വരണം. രാജീവ് പ്രഭുവിന്റെ കമന്റ് കേൾക്കണം. ഇന്ന് ആരും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട്. രാജീവ് പ്രഭു ഇല്ലായിരുന്നു. രാജീവ് പ്രഭു, അതെ, അല്ല, രാജീവ് പ്രഭു എന്നാലും പറയണം. മണിപ്രഭു വരുന്ന കാര്യം എന്തായി?
കൃപ പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഏകം ശാസ്ത്രം ദേവകീ പുത്രഗീതം ഏകോ ദേവോ ദേവകീ പുത്രേവ ഏകോ മന്ത്രതസ്യ നാമാനി യാനി കർമാപി ഏകം തസ്യ ദേവസ്യ സേവ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഹരേ കൃഷ്ണ. രാജീവ്